ದೈವത്തിന് ಮಹತ್ವಪಡುತ್ತೀಯಾಟ. ಎಲ್ಲ ಕರಗಳ ತೆತ್ತಿ ದೇವರಿಗೆ ಮಹಿಮೆಯನ್ನು ಸಲ್ಲಿಸೋಣ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ആശ്വദിസൽപ്പെട്ടಂತ ഈ ಒಳ್ಳೆ സമയವನ್ನು ನೆನೆಸಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ಒಟ್ಟಾಗಿ ದೇವರ ಸನ್ಮುಖದಲ್ಲಿ ಆಗಿರಲಿಕ್ಕೆ ಕರ್ತನು ಕೊಟ್ಟಂತ ಒಳ್ಳೆ ಅವಕಾಶಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾ ಇದ್ದೇನೆ. പ്രത്യേകിച്ച് ഈ നടക്കുന്ന ഈ സൂപ്പർ നാച്ചുറൽ പ്രൊഫറ്റിക്കൽ കോൺഫറൻസിന്റെ അകത്ത് ഭാഗമായി തീരുവാൻ കർത്താവ് ഒരുക്കിയ ഈ അവസരത്തിനായി സ്തുതിക്കുകയും സ്തോത്രം പറയുകയും ചെയ്യുക. ವಿಶೇಷವಾಗಿ ಅಸಾಧಾರಣವಾಗಿ ನಡೆಯುವಂತಹ ದೈವಿಕ ಸ್ವಸ್ಥತಾ ಕೂಟದಲ್ಲಿ ಭಾಗವಹಿಸೋದ್ರಲ್ಲಿ ನಾನು ಸಂತೋಷ ಪಡೋದನಾಗಿದ್ದೇನೆ. ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിദാസൻ സുനിൽ പാസ്റ്ററോടുള്ള കുടുംബത്തോടുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുകയാണ്. ഈ കൂട്ടಕ್ಕೆ ನನ್ನನ್ನು ಆಹ್ವಾನಿಸಿದಂತ സുനിൽ പക്ഷേ ദൈവത്തിന്റെ അഭിഷേകം ഒരു അനോയിന്റിങ് നമ്മുടെ അകത്ത് റിലീസായി കഴിഞ്ഞാൽ, ദൈവ സാന്നിധ്യം കൺട്രോൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ കഴിയത്തില്ല. അവിടെ മുഴുവനും ദൈവപ്രവർത്തികൾ കൊണ്ട് നിറയാൻ തുടങ്ങും. ಅದರ ದೇವರ ಸಾನ್ನಿಧ್ಯ ಎಲ್ಲಿ ತುಂಬಲ್ಪಡುತ್ತದೋ ಅಲ್ಲಿ ಯಾವುದನ್ನು ಕಂಟ್ರೋಲ್ ಮಾಡುವುದಕ್ಕೆ ಆಗುವುದಿಲ್ಲ, ಅಲ್ಲಿ ತುಂಬಲಿಕ್ಕೆ ನಡೆಯುತ್ತದೆ. അതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, ഈ മഴ ഒരു ബാഡ് സൈൻ അല്ല, ഈ ഒരു മഴ ഒരു ഗുഡ് സൈനായി മാറാൻ പോവുകയാണ്. ಈ ಮಳೆ ಎಂಬುದು ಒಂದು ಕೆಟ್ಟ ಸುದ್ದಿ ಅಲ್ಲ, ಗುರುತಲ್ಲ, ಒಂದು ಒಳ್ಳೆಯ ಶುಭದ ಗುರುತಾಗಿ ಇದು ಮಾರ್ಪಡುತ್ತದೆ. അയ്യോ, നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ഒരു സന്തോഷമില്ല. നിങ്ങൾ ഇത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഉടുപ്പിയിൽ നിന്നും ഈ മഴയെ ഞാൻ കൊണ്ടുപോകും, എന്നിട്ട് ഇന്ത്യ മുഴുവനും കൊണ്ടുപോയിടും. ನೋಡಿ, ನಿಮಗೆ ಸಂತೋಷವಾಗಿ ಇದನ್ನು ಸ್ವೀಕರಿಸೋದಕ್ಕೆ ನಿಮಗೆ ಮನಸ್ಸಿಲ್ಲದಿದ್ದರೆ ನಾನು ಈ ಮಳೆಯನ್ನು ಎತ್ತುಕೊಂಡು ಹೋಗಿ ಈ ಭಾರತದ ಎಲ್ಲಾ ಕಡೆಗಳಿಗೆ ನಾನು ಇದನ್ನು ಹಾಕ್ತೇನೆ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ടോ? ಎಷ್ಟು ಜನ ಅದನ್ನು ನಂಬುತ್ತೀರಾ? ആമേൻ. ദൈവം എന്ത് കാര്യം നമ്മളോട് പറയാൻ പറഞ്ഞാലും ചെയ്യാൻ പറഞ്ഞാലും അതിൻ്റെ മുമ്പിൽ ദൈവം ഒരു പ്രൊഫറ്റിക്കൽ സ്റ്റെപ്പ് എടുക്കാൻ പറയും. ದೇವರು ಏನೇ ಹೇಳೋದಕ್ಕೆ ಹೇಳಿದ್ರು, ಮಾಡೋದಕ್ಕೆ ಹೇಳಿದ್ರು, ಅದರ ಮುಂದೆ ಆ ಪ್ರವಾದನ ಹೆಜ್ಜೆಯನ್ನು ಹಿಡುವುದಕ್ಕೆ ದೇವರ ಆತ್ಮ ಹೇಳ್ತಾನೆ. ദൈവം എപ്പോഴും ഒരു പ്രൊഫറ്റിക്കൽ സ്റ്റെപ്പ് എടുക്കാതെ ഒരു കാര്യവും ചെയ്യാറില്ല. ದೇವರು ಒಂದು ಪ್ರವಾದನ ಹೆಜ್ಜೆಯನ್ನು ಹಿಡದೆ ಯಾವ ಕಾರ್ಯಗಳನ್ನು ಮಾಡುವುದಿಲ್ಲ. ആക്ച്വലി നമ്മൾ പ്രസംഗിക്കുന്നത് പോലെ ഒരു പ്രൊഫറ്റിക്കൽ സ്റ്റെപ്പാണ്. അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും നോക്കി ഒരു കാര്യത്തെ നോക്കി പറയുന്നതെല്ലാം ഒരു പ്രൊഫറ്റിക്കൽ സ്റ്റെപ്പായി നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വരും ദിവസങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കും. ನೋಡಿ, ನಾವು ಬೈಬಲ್ ಓದುವಂಥದ್ದು, ಪ್ರಸಂಗ ಮಾಡುವಂಥದ್ದು, ಏನಾದರೂ ಹೇಳುವಂಥದ್ದು ಅದೊಂದು ಪ್ರವಾದನ ಹೆಜ್ಜೆಯಾಗಿ ನಾವು ಅದನ್ನ ಕಾರ್ಯನಿರ್ವಹಿಸೋದಾದ್ರೆ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಅದು ಏನಾದರೂ ಸಂಭವಿಸ್ತದೆ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വരുന്ന ഞായറാഴ്ച വരെ ഞാൻ നിങ്ങളുടെ മധ്യമുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഇതുവരെ തുറക്കാത്ത, ഇതുവരെ നമ്മൾ കാണാത്ത ഉടുപ്പി, ഇതുവരെ കാണാത്ത ഉടുപ്പിയുടെ ആത്മമണ്ഡലം ഇതുവരെ കാണാത്ത പുതിയ ഷിഫ്റ്റിങ്ങുകൾ, പുതിയ ഓപ്പണിങ്ങുകൾ, പുതിയ മേജർ ഓപ്പണിങ്ങുകളൊക്കെ ദൈവം നമുക്ക് ഈ ആഴ്ച കഴിയുന്നതിന് മുമ്പ് ദൈവം നമുക്ക് തരും. അത് വിശ്വസിക്കുന്നവരെല്ലാം വെളിപ്പെടുത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ನಾನು ನಂಬುತ್ತೇನೆ. ಇವತ್ತಿನಿಂದ ಭಾನುವಾರದವರೆಗೂ ನಾನು ದೇವರ ಚಿತ್ತವಾದರೆ ನಾನು ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇರುತ್ತೇನೆ. ಇದುವರೆಗೂ ಉಡುಪಿ ಪಟ್ಟಣ ಕಾಣದಂತ, ಇದುವರೆಗೂ ಈ ಸಭೆ ಕಾಣದಂತ ಒಂದು ಆತ್ಮಿಕ ಒಂದು ಮಟ್ಟವನ್ನ ದೇವರು ಈ 5 ದಿವಸಗಳಲ್ಲಿ ದೇವರು ನಮ್ಮ ಮುಂದೆ ತೆರೆದುಕೊಳ್ಳುವವನಾಗಿದ್ದಾನೆ. നിങ്ങൾ ഈ ഓഗസ്റ്റ് മാസത്തിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഒരു ഹാർവെസ്റ്റിന്റെ മന്താക്കി ദൈവം അത് മാറ്റും. ಆಗಸ್ಟ್ ತಿಂಗಳಿಗೆ ನೀವು ಹೆಜ್ಜೆ ಇಡುವಾಗ ಅದೊಂದು ಸುಗ್ಗಿಯ ಕೊಯ್ಲಿನ ದಿನಗಳಾಗಿ ದೇವರು ಮಾರ್ಪಡಿಸುತ್ತಾರೆ. അതിനു വേണ്ടിയാണ് ഈ മഴ ഇപ്പോൾ നിങ്ങളുടെ ഉടുപ്പിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ಅದಕ್ಕೋಸ್ಕರವಾಗಿದೆ ಈ ಉಡುಪಿ ಪಟ್ಟಣದಲ್ಲಿ ಈ ಮಳೆ ಇವಾಗ ಬೀಳುತ್ತಾ ಇರುವುದು. എത്ര പേർ അത് കരങ്ങൾ അടിച്ച് അതിന് ശക്തിയോടെ, ಎಷ್ಟು ಜನ ಕರಗಳ ತಟ್ಟಿ ಶಕ್ತವಾಗಿ, എത്ര പേർ കരങ്ങൾ അടിച്ച് അന്യ ഭാഷകൾ ദൈവത്തോട് പ്രതികരിച്ചാട്ടെ. ಎಷ್ಟು ಜನ കരಗಳ തട്ടി അന്യ ഭാഷയിൽ പ്രതികരിച്ചു. പുറത്ത് ഒരു നോർമൽ മഴ പെയ്യുമ്പോൾ അകത്ത് ഒരു ഹാർവെസ്റ്റിന്റെ മഴ ഇന്നു പകൽ സ്വർഗം നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. ನೋಡಿ, ಹೊರಗಡೆ ಮಳೆ ಬೀಳುವಾಗ ಇವತ್ತು ಒಳಗಡೆ ನಿಮಗೋಸ್ಕರ ಒಂದು ಕೊಯ್ಲಿನ ಮಳೆಯನ್ನ ನಿಮಗೋಸ್ಕರ ತೆರೆಯುವನಾಗಿದ್ದಾನೆ. കരങ്ങൾ അടിച്ച് ശക്തിയോടെ അതിന് ആമേൻ പറഞ്ഞാട്ടെ. കരಗಳ തട്ടി ശക്തವಾಗಿ ಆಮೆನ್ ಹೇಳೋಣ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കരം കൊടുത്തു പറ. പക്കದവರಿಗೆ ಕೈ ಕೊಟ್ಟು ಹೇಳೋಣ. ഇതൊരു സാധാരണ സമയമല്ല. ഇത് നിന്റെ ലൈഫിന്റെ അകത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നടക്കാത്ത ഒരു ഹാർവെസ്റ്റിന്റെ മന്താണ്, ഹാർവെസ്റ്റിന്റെ ഇയർ ആണെന്ന് പറഞ്ഞാട്ടെ. ನೋಡಿ, ಪಕ್ಕದವರ ಕೈ ಹಿಡಿದು ಹೇಳ್ರಿ, ಇದು ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಡೆದ ಹಾಗೆ ಅಲ್ಲ, ಈ ದಿನಗಳಲ್ಲಿ ಈ ಮುಂದಿನ ತಿಂಗಳುಗಳು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಕೊಯ್ಲಿನ ವರ್ಷ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ചിരിച്ചോണ്ടിരിക്കുക. ಅದರಿಂದ ನೀವು ಯಾವಾಗಲೂ ನಗು ಮುಖದೊಂದಿಗೆ ಸಂತೋಷವಾಗಿರ್ರಿ. അടുത്ത് ഞാൻ കരം കൊടുത്തിട്ട് പറ ചിരിക്കണമെന്ന് പറഞ്ഞാട്ടെ. ಪಕ್ಕದವರ ಕೈ ಹಿಡಿದು ಹೇಳ್ರಿ, ನಗುತ್ತಾ ಇರ್ರಿ. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. ಆಮೆನ್. ഞാൻ ഇന്ന് പകലിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ അകത്ത് കർത്താവ് അമ്മയെ തന്നിട്ടുണ്ട്. ಈ ಹಗಲು ಕರ್ತನು ನನ್ನ ಒಳಗೆ ಅನೇಕ ಸಂಗತಿಗಳನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ. എന്നാൽ ഞാൻ ഇവിടെ ഞാൻ ഇന്നലെ ഈ ഉടുപ്പി മീറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് ഈ യോശുവയെ കുറിച്ച് പ്രസംഗിക്കണമെന്ന് ഭയങ്കരമായിട്ട് കർത്താവ് എന്നെ ഇങ്ങനെ നിർബന്ധിച്ചു. ഈ ജോഷുവ എന്ന വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കണമെന്ന്. പക്ഷെ ഞാൻ ഇന്ന് ആ സെക്ഷൻ തൊടത്തില്ല. അത് ഞാൻ നാളത്തേക്ക് വേണ്ടി അത് വെച്ചിരിക്കുകയാണ്. കാര്യം എനിക്കറിയാം കർത്താവ് എന്തോ സംതിങ് ഈ ഒരു തലമുറയുടെ മേൽ എന്തോ കൈമാറാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് ഞാൻ ഉടുപ്പി എനിക്ക് ഡേറ്റ് തരുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട, ഓക്കെ, ഞാനത് പറഞ്ഞിട്ട് ഡേറ്റ് തരുന്ന സമയം മുതൽ കർത്താവിനോട് പറഞ്ഞൊരു പേരാണ് ജോഷുവയെക്കുറിച്ച് പ്രസംഗിക്കാൻ. പക്ഷെ ഇന്ന് ഞാൻ ആ സെക്ഷൻ തൊടാതെ ഇന്ന് ഞാൻ മോശയെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് നാളെ രാവിലെ ഞാൻ യോശുവയെക്കുറിച്ച് പ്രസംഗിക്കുന്നതായിരിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവം ഇതിൻ്റെ അകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യും. പറഞ്ഞു. ಇವತ್ತು ನಾನು ಈ ಉಡುಪಿ ಪಟ್ಟಣಕ್ಕೆ ಬಂದ ಅವತ್ತಿಂದ ಬಂದಾಗ ಇಲ್ಲಿ ಏನು ಮಾತನಾಡಬೇಕು ಎಂಬುದಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಿರುವಾಗ ಪರಿಶುದ್ಧಾತ್ಮನು ಯೋಶುವ ಎಂಬ ಹೆಸರಿನಲ್ಲಿ ಮಾತನಾಡಬೇಕೆಂಬುದಾಗಿ ವ್ಯಕ್ತವಾಗಿ ಬಹಳ ಪ್ರೇರೇಪಣೆ ದೇವರು ನನಗೆ ಕೊಟ್ಟನು. ಆದರೆ ಅದಕ್ಕಿಂತ ಮೊದಲು ಮೋಶೆಯ ಕುರಿತಾಗಿ ನಿಮ್ಮ ಮುಂದೆ ನಾನು ಮಾತನಾಡಿದ ನಂತರ ನಾಳೆ ಯೋಶುವನ ಕುರಿತಾಗಿ ನಾನು ಮಾತನಾಡುವನಾಗಿದ್ದೇನೆ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, ವಿಮೋಚನ ಕಂಡ ಪುಸ್ತಕ 3ನೇ ಅಧ್ಯಾಯ, അതിന്റെ 4ാമത്തെ വാക്യം വേഗത്തിൽ ഒരാൾ വായിച്ചു. ಅದರ 4ನೇ ವಾಕ್ಯವನ್ನು ವೇಗವಾಗಿ ಓದೋಣ. ನೋಡುವುದಕ್ಕೆ ಅವನು ದಾರಿ ಬಿಟ್ಟಿದ್ದನ್ನು ಯೆಹೋವನು ಕಂಡನು. ದೇವರು ಆ ಪದೆಯೊಳಗಿಂದ ಮೋಶೆ ಮೋಶೆ ಎಂದು ಕರೆದನು. ಅದಕ್ಕವನು ಇಗೋ ಇದ್ದೇನೆ ಅಂದನು. ഓക്കെ, ഞാൻ മലയാളത്തിൽ വായിക്കാം. അവൻ നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നും അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ എന്ന് പറഞ്ഞു. നമുക്കെല്ലാം സുപരിചിതമായ വളരെ ഇഷ്ടപ്പെട്ട നമ്മളെല്ലാം ഒത്തിരി തവണ വായിച്ചിട്ടുള്ളൊരു വേദഭാഗമാണ് പുറപ്പാട് പുസ്തകം. ನಮಗೆ ಎಲ್ಲರಿಗೂ ಬಹಳ ಸುಪರಿಚಿತವಾದಂಥ, ನಾವು ಅನೇಕ ಸಂದರ್ಭದಲ್ಲಿ ಓದಿದಂಥ ವೇದವಾಕ್ಯವಾಗಿದೆ ಇದು. ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. ഈ വാക്ಯದ ಮೂಲಕ ಅನೇಕ ಸಂದೇಶಗಳನ್ನು ನಾವು ಕೇಳಿದ್ದೇವೆ. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം വചനം കേൾക്കുന്നത് നിങ്ങളാണ്, ഏറ്റവും അധികം പ്രവചനം കേൾക്കുന്നത് നിങ്ങളാണ്. ನಾನು ನಂಬುತ್ತೇನೆ, ಅತಿ ಹೆಚ್ಚು ವಾಕ್ಯ ಕೇಳುವವರು ನೀವಾಗಿದ್ದೀರಿ, ಅತಿ ಹೆಚ್ಚು ಪ್ರವಾದನೆ ಕೇಳುವವರು ನೀವಾಗಿದ್ದೀರಿ. ഞാൻ കഴിഞ്ഞ സമയത്ത് പാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു കോവിഡിന് മുമ്പ് 1000 ദിവസം ഇവിടെ 1900 ദിവസം ഇതിനകത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നതാണ്. ಸ್ವಲ್ಪ ಸಮಯ ಮುಂಚೆ ನಾವು ಪಾಸ್ಟರ್ ಜೊತೆ ನಾವು ಮಾತನಾಡುತ್ತಿರುವಾಗ ಕೊರೋನಾ ಕಾಲಕ್ಕಿಂತ ಮೊದಲು 1900 ದಿನಗಳು ಇಲ್ಲಿ ಕೂಟಗಳು ನಡೀತಾ ಇತ್ತು. ആമേൻ. അപ്പോൾ വചനത്തിന് ഒരു കുറവുമില്ല, പ്രവചനത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ മാത്രമല്ല, നിങ്ങളുടെ തലമുറകൾക്കും വരും തലമുറകൾക്കെല്ലാം ഇതൊരു അനുഗ്രഹമാണ്. ഇവിടെ വീഴുന്ന എല്ലാ വചനവും പ്രവചനങ്ങളും ಆಗಿರುವಾಗ ವಾಕ್ಯಕ್ಕೆ ಯಾವ ಕೊರತೆನೇ ಇಲ್ಲ, ಪ್ರವಾದನೆಗೆ ಯಾವ ಕೊರತೆನೇ ಇಲ್ಲ, ವಾಗ್ದಾನಗಳಿಗೆ ಯಾವ ಕೊರತೆನೇ ಇಲ್ಲ. ಅದು ನಿಮಗೆ ಮಾತ್ರವಲ್ಲ, ನಿಮ್ಮ ತಲೆಮಾರುಗಳಿಗೆ ಕೂಡ ಅದು ದೊಡ್ಡ ಆಶೀರ್ವಾದವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് സന്തോഷം ഉണ്ടാവും. ಅನೇಕ ಸಂದೇಶಗಳನ್ನು ಕೇಳಿದ್ರು ಕೂಡ ನೀವು ಮತ್ತೆ ಕೇಳುವಾಗ ನಿಮಗೆ ಸಂತೋಷ ಉಂಟಾಗ್ತದೆ. ഞാൻ അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ಕೊನೆ ಭಾಗದಲ್ಲಿ ನಿಮಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುವನಾಗಿದ್ದೇನೆ. പുറപ്പാട് പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ವಿಮೋಚನ ಕಂಡ ಪುಸ್ತಕ ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದಂತ ಪುಸ್ತಕವಾಗಿದೆ. ഇസ്രായേലിൽ ആയിരുന്ന ഇസ്രായേൽ ജനം സ്വാതന്ത്ര്യം പ്രാപിച്ച് അവരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ಐಗುಪ್ತ ದೇಶದಲ್ಲಿದ್ದಂತ ಇಸ್ರಾಯೇಲರು ವಿಮೋಚಿಸಲ್ಪಟ್ಟು ಹೊರಗೆ ತರುವಂತ ಪ್ರಾಮುಖ್ಯವಾದ ಪುಸ್ತಕವಾಗಿದೆ. ചരിത്രത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ സ്വാതന്ത്ര്യത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. ಚರಿತ್ರೆಯಲ್ಲಿ ಇಸ್ರಾಯೇಲರನ್ನ ಹೊರಗೆ ತರುವಂತ ಒಂದು ಪ್ರಾಮುಖ್ಯವಾದ ಚರಿತ್ರೆ ಪುಸ್ತಕ ವಿಮೋಚನ ಕಂಡ ಪುಸ್ತಕವಾಗಿದೆ. എന്ന് പറഞ്ഞാൽ
അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനം പുറത്തു വരുന്ന അല്ലെങ്കിൽ അവരുടെ യാത്രയെ 400 വർഷത്തെ അവരുടെ അടിമത്തം പൊളിഞ്ഞിട്ട് അവർ യാത്രയിലേക്ക് വരുന്ന ഒരു പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. 400 ವರ್ಷ ಕಾಲ ದಾಸತ್ವದಲ್ಲಿ ಇದ್ದಂತ ನೊಗವನ್ನ ಮುರಿದು ಅವರು ಹೊರಟು ಬರುವಂತ ಒಂದು ಪುಸ್ತಕವಾಗಿದೆ ವಿಮೋಚನ ಕಂಡ ಪುಸ್ತಕ. അപ്പോൾ ഈ ഒരു പുസ്തകം സാധാരണ പുസ്തകമല്ല, ഇത് പുറപ്പാട് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ പുസ്തകമാണ്. ಈ ಪುಸ್ತಕ ಎಂಬುದು ಒಂದು ಸಾಧಾರಣವಾದ ಪುಸ್ತಕವಲ್ಲ, ಇದು ಒಂದು ಸ್ವಾತಂತ್ರ್ಯದ ಪುಸ್ತಕವಾಗಿದೆ. നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ ഞങ്ങൾ വായിച്ച 3-ാം അധ്യായത്തിന്റെ അകത്ത് 4-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയെ വിളിക്കുകയാണ്. ನೋಡಿ, ನಾವು ಈಗ ಓದಿದಂತ ಪುಸ್ತಕದಲ್ಲಿ 3ನೇ ಅಧ್ಯಾಯ 4ನೇ ವಾಕ್ಯದಲ್ಲಿ ದೇವರು ಮೋಶೆಯನ್ನು ಕರೀತಿದ್ದಾನೆ. മോശെ മോശെ എന്നാണ് വിളിക്കുന്നത്. ಮೋಶೆ ಮೋಶೆ ಎಂಬುದಾಗಿ ಕರೀತಿದ್ದಾನೆ. ഒരു നമുക്ക് ഒരു വ്യക്തിയെ വിളിക്കാം, പലരും പല രീതിയിൽ വിളിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ ഞാൻ ഒരു തവണ വിളിച്ചിട്ട് അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ എനിക്ക് എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിലധികം തവണ ഒരാളെ വിളിക്കും. ನೋಡಿ, ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನ ನಾವು ಕರೆಯುವಾಗ 1-2 ಸಾರಿ ಕರೀಬಹುದು, ಅಥವಾ ಬಹಳ ಏನು ಎಮರ್ಜೆನ್ಸಿ ಇಲ್ಲದಿದ್ರೆ ನಾವು ಕರೆದು ಬಿಟ್ಟು ಸುಮ್ಮನೆ ಆಗ್ತೇವೆ. അപ്പോൾ ഇവിടെ ദൈവം 2 പ്രാവശ്യം മോശയെ വിളിക്കുകയാണ്. ಆದ್ರೆ ಇಲ್ಲಿ ದೇವರು ಮೋಶೆಯನ್ನ 2 ಸಾರಿ ಕೂಗಿಕೊಳ್ತಾ ಇದ್ದಾನೆ. അപ്പോൾ അതിന്റെ അർത്ഥം കർത്താവിന് ഒരു എമർജൻസി കോളിംഗ് അല്ലെങ്കിൽ പെട്ടെന്ന് വിളിക്കുവാൻ അല്ലെങ്കിൽ എന്തോ ഒരു വലിയൊരു കാര്യം കർത്താവിന് പെട്ടെന്ന് മോശയുടെ മേൽ കൈമാറാനുണ്ട്. ನೋಡಿ, ಇಲ್ಲಿ ಮೋಶೆಯನ್ನ ದೇವರು 2 ಸಾರಿ ಕರೀತಾ ಇದ್ದಾನೆ. ಅದರ ಅರ್ಥ ತುರ್ತಾಗಿ ದೇವರಿಗೆ ಮೋಶೆಯ ಮೂಲಕವಾಗಿ ಏನೋ ಒಂದು ಕಾರ್ಯಗಳನ್ನ ಮಾಡಬೇಕಾಗಿದೆ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? ಹೆಚ್ಚು ಜನ ನಂಬುತ್ತೀರಾ? അപ്പോൾ പെട്ടെന്ന് കർത്താവ് 2 തവണയിലധികം എമർജൻസി ആയിട്ട് മോശയെ വിളിക്കുന്നത് കാണാം. ತಕ್ಷಣ ದೇವರು ತುರ್ತಾಗಿ ಮೋಶೆಯನ್ನ 2 ಸಾರಿ ಕರೀತಾ ಇದ್ದಾನೆ. വെറുതെ ഒരാളെ നമ്മൾ എന്തായാലും വിളിക്കാറില്ല. ನೋಡಿ, ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನ ನಾವು ಸುಮ್ಮನೆ ಕರೆಯುವುದಿಲ್ಲ. വെറുതെ ആരെങ്കിലും നമ്മൾ ആരെയും വിളിക്കാറുണ്ടോ? ಸುಮ್ಮನೆ ಯಾರನ್ನ ನಾವು ಕರೀತೇವಾ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വിളിക്കാറുള്ളൂ. ಏನಾದ್ರೂ ಅಗತ್ಯತೆ ಇದ್ದರೆ ನಾವು ಅವರ ಹೆಸರಿಟ್ಟು ಕರೀತೇವೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു അപ്പൻ വിളിക്കാറുണ്ട്, മക്കൾ വിളിക്കാറുണ്ട്, ഭർത്താവ് വിളിക്കാറുണ്ട്, ഓരോരുത്തരെ അങ്ങനെ പലരും വിളിക്കാറുണ്ട് പല ആവശ്യങ്ങൾക്ക്. ತಂದೆ ಕರೆಯೋದುಂಟು, ಮಕ್ಕಳು ಕರೆಯೋದುಂಟು, ಈ ರೀತಿಯಾಗಿ ಅನೇಕರು ಒಂದೊಂದು ಅಗತ್ಯತೆಗೋಸ್ಕರ ಕರೆಯುವುದುಂಟು. ഇതുപോലെയല്ല ദൈവം ഒരു മനുഷ്യനെ വിളിക്കുന്നത്. ಆದರೆ ಈ ರೀತಿಯಾಗಿರುವುದಿಲ್ಲ ಒಬ್ಬನನ್ನ ದೇವರು ಕರೆಯುವಾಗ. ഒരിക്കലും ദൈവം ഒരു മനുഷ്യനെ വിളിക്കുമ്പോൾ ഒരു സാധാരണ കാര്യത്തിന് വേണ്ടി വിളിക്കാറില്ല. ಯಾವತ್ತೂ ದೇವರು ಒಬ್ಬನನ್ನ ಕರೆಯುವಾಗ ಒಂದು ಸಾಧಾರಣವಾದ ವಿಷಯಕ್ಕಾಗಿ ದೇವರು ಕರೆಯುವುದಿಲ್ಲ. ഭൂമിയിൽ ആർക്കും ചെയ്യാത്ത എന്തോ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു അസാധാരണ കാര്യം ചെയ്യാൻ വേണ്ടി മാത്രമേ ദൈവം ഒരു മനുഷ്യനെ വിളിക്കാറുള്ളൂ. ಭೂಮಿಯಲ್ಲಿ ಯಾರಿಂದಲೂ ಮಾಡಕ್ಕಾಗದ ಸಾಧಾರಣವಾದ ಕಾರ್ಯವನ್ನು ಮಾಡೋದಕ್ಕಾಗಿ ಮಾತ್ರವೇ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನ ದೇವರು ಕರೆಯುವುದುಂಟು. അപ്പോൾ ആ വിളി ഒരു സാധാരണ വിളിയല്ല. ಆಗಿರುವಾಗ ಆ ಕರೆಯುವಿಕೆ ಎಂಬುದು ಸಾಧಾರಣವಾದ ಕರೆಯುವಿಕೆ ಅಲ್ಲ. അതൊരു സൂപ്പർ നാച്ചുറൽ കോളിംഗ് ആണ്. ಅದೊಂದು ಅಸಾಧಾರಣವಾದ ಕರೆ ಆಗಿರುತ್ತದೆ. എത്ര പേർ അത് ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടോ? ಈ ಹಗಲು ಹೆಚ್ಚು ಜನ ನಂಬುತ್ತಿದ್ದಾರೆ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ടോ? ಹೆಚ್ಚು ಜನ ನಂಬುತ್ತಿದ್ದಾರೆ. വിശ്വാസിയുടെ കരങ്ങൾ അടിച്ച് ശക്തിയോടെ പ്രതികരിച്ചാട്ടെ. ನಂಬುವವರು ಶಕ್ತವಾಗಿ ಕರಗಳ ತಟ್ಟಿ ಅದಕ್ಕೆ ಪ್ರತಿಕ್ರಿಯೆಪಡಿಸಿರಿ. ഇന്ന് പകൽ കർത്താവ് പ്രവചിക്കാൻ പറയുകയാണ്. ಈ ಹಗಲು ಕರ್ತನು ಪ್ರವಾದಿಸಲಿಕ್ಕೆ ಹೇಳುತ್ತಿದ್ದಾನೆ. ഇതിനകത്തൊരു സൂപ്പർ നാച്ചുറൽ കോളിംഗ് തുറക്കാൻ പോവുകയാണ്. ಅದರ ಮಧ್ಯದಲ್ಲಿ ಅಸಾಧಾರಣವಾದ ಕರೆಯುವಿಕೆ ತೆರೆಯಲಿಕ್ಕಿದೆ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രതികരിച്ച് ನಂಬುವವರು ಇರುವುದಾದರೆ ಅದಕ್ಕೆ ಪ್ರತಿಕ್ರಿಯೆಪಡಿಸಿರಿ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇന്ന് പകൽ സ്വർഗം വിളിക്കുകയാണ്. ಈ ಹಗಲು ಪರಲೋಕ ಕರೆಯುತ್ತಿದೆ. അടുത്തൊരു സൂപ്പർ നാച്ചുറൽ കോളിംഗ് വിടാൻ പോവുകയാണ്. ಮುಂದೆ ಒಂದು ಅಸಾಧಾರಣವಾದ ಕರೆಯುವಿಕೆ ನಿಮ್ಮ ಮೇಲೆ ಬೀಳಲಿಕ್ಕಿದೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വീകരിച്ച് ಸ್ವೀಕರಿಸು, സ്വീകരിച്ച് റികാറ്റാ ശാന്താരദിനിയ. ಆಮೆನ್. ഹോറാകാറ്റാറ്റാറ്റാ Riba Shantara Dwiniyam Shetenia Riba Katara Hasinia Tare. ഇന്ന് പകൽ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഹകಲು ನೀನು ನಂಬೋದಕ್ಕೆ ಸಿದ್ಧನಿರುವುದಾದರೆ ആമേൻ, നിന്റെ പേര് രാജ്യങ്ങൾ എഴുതാൻ പോവുകയാണ്. ಹೆಸರುಗಳು ಪಟ್ಟಣಗಳಲ್ಲಿ ಬರೆಯಲಿಕ್ಕಿದೆ. ആമേൻ, നിന്റെ കുടുംബത്തിന്റെ അഡ്രസ് പട്ടണങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ನಿನ್ನ ಕುಟುಂಬದ ವಿಳಾಸವನ್ನ ಪಟ್ಟಣದಲ್ಲಿ ಬರೆಯಲಿಕ್ಕಿದೆ. ആമേൻ, നിന്റെ സീസണെ ബ്രേക്ക് ചെയ്യുന്ന, ನಿನ್ನ ಕಾಲವನ್ನ ಮುರಿಯುವಂತ, നിന്റെ ക്ഷാമത്തെ ബ്രേക്ക് ചെയ്യുന്ന, ನಿನ್ನ ಶಾಪವನ್ನ ಮುರಿಯುವಂತ, നിന്റെ നിരാശയെ ബ്രേക്ക് ചെയ്യുന്ന ನಿನ್ನ ನಿರಾಶೆಯನ್ನು ഒരു ಮುರಿಯುವಂತ സൂപ്പർ നാച്ചുറൽ വിളി വരാൻ പോവുകയാണ്. ಅಸಾಧಾರಣ ಕರೆಯುವಿಕೆ ಬೀಳಲಿಕ್ಕಿದೆ. Hallelujah. 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 അടുത്തിലെ കരം കൊടുത്തു പറ, പക്കദാർ കൈ ಹಿಡಿದು ಹೇಳ್ರಿ, കർത്താവ് എന്നെ വിളിക്കുകയാണ്. ಕರ್ತನು ನನ್ನ ಕರೆಯುತ್ತಿದ್ದಾನೆ. സ്വർഗം എന്നെ വിളിക്കുകയാണ്. ಪರಲೋಕ ನನ್ನ ಕರೆಯುತ್ತಿದೆ. ഭൂമിയിൽ ഇതുവരെ ആരെയും ഏൽപ്പിക്കാത്ത ಭೂಮಿಯಲ್ಲಿ ಯಾರಿಗೆ ಒಪ್ಪಿಸದ ദൈവത്തിന്റെ സ്വപ്നത്തെ ದೇವರ ಕನಸನ್ನ ഇന്ന് പകലിൽ ಈ ಹಗಲು എന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. ಹಸ್ತಕ್ಕೆ ಒಪ್ಪಿಸಲಿಕ್ಕಿದ್ದಾನೆ. എന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. ಒಪ್ಪಿಸಲಿಕ್ಕಿದ್ದಾನೆ. അത് ഇന്ന് പകലിൽ ಅದು ಈ ಹಗಲು സ്വീകരിക്കുക. ಸ್ವೀಕರಿಸು. Hallelujah. Hallelujah. ആമേൻ. സുനിൽ പാസ്റ്റർ, ഈ വിളിക്കകത്ത്
ഒരു സാധാരണ വിളിയല്ല കിടക്കുന്നത്. ಈ ಕರಿವಿಕೆಯಲ್ಲಿ ಒಂದು ಸಾಧಾರಣವಾದ ಕರಿವಿಕೆ ಎಲ್ಲ ಇರುವಂತದ್ದು. പൈശാചിക മണ്ഡലങ്ങൾ മുഴുവനും ഷേക്ക് ചെയ്യുന്ന വിളിയാണ് ദൈവം മോശയെ വിളിച്ച വിളി. ಸೈತಾನ ಮಂಡಲಗಳೆಲ್ಲವೂ ಅಲ್ಲಾಡುವಂತ ಕರಿವಿಕೆ ಆಗಿದೆ ಮೋಶೆಯನ್ನ ದೇವರು ಕರೆದಿರೋದು. ദൈവം മോശയെന്ന് വിളിച്ചപ്പോൾ തന്നെ ದೇವರ ಮೋಶೆ ಎಂಬುದಾಗಿ ಕರೆದ ತಕ್ಷಣ ഫറവോന്റെ അടിത്തറ ഇളകാൻ തുടങ്ങി. ಫರವನ ಅಸ್ಥಿವಾರ ಕದಲುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿತು. ഹല്ലേലൂയ. ശാതറബസിഖേനിയ റേഖാടാടാടാടാ ഭാഷയിൽ അല്പസമയം പ്രാർത്ഥിച്ചു. എല്ലാവരും ಅನ್ಯಭಾಷೆಯಲ್ಲಿ ಸ್ವಲ್ಪ ಸಮಯ ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. അല്പസമയം അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ಕೆಲವು ಸಂದರ್ಭ ಸಮಯಗಳು ಅನ್ಯಭಾಷೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಣ. ഷാതറബസിഖേനിയ റോബ്രാ കാസാകാടറബസിഖേനിയ റീബ്രാ ഷേറ്റേരിയ അല്പസമയങ്ങൾ ശക്തിയോടെ കരങ്ങൾ അടിച്ച് ಸ್ವಲ್ಪ ಸಮಯ ಶಕ್ತವಾಗಿ ಕರಗಳ ತಟ್ಟುತ್ತಾ നിന്റെ പേരിന്റെ അകത്ത് ഫേവർ വെളിപ്പെടാൻ പോകുകയാണ്. ಹೆಸರಿನಲ್ಲಿ ದೇವರ ಮೆಚ್ಚುವಿಕೆ ಪ್ರಕಟವಾಗಲಿಕ್ಕಿದೆ. പേരിന്റെ മൂല്യം വർദ്ധിക്കാൻ പോകുകയാണ്. ಹೆಸರಿನ ಮೌಲ್ಯ ಹೆಚ್ಚಾಗಲಿಕ್ಕಿದೆ. നിന്റെ പേരിന്റെ അകത്ത് ഡെലിവറൻസ് സംഭവിക്കാൻ പോകുകയാണ്. ನಿನ್ನ ಹೆಸರಿನಲ್ಲಿ ಬಿಡುಗಡೆ ಸಂಭವಿಸಲಿಕ್ಕಿದೆ. നിന്റെ പേരിന്റെ അകത്ത് പ്രോഫറ്റിക്കൽ ഡെലിവറൻസുകൾ സംഭവിക്കാൻ പോകുകയാണ്. ನಿನ್ನ ಹೆಸರಿನಲ್ಲಿ ಪ್ರವಾದನೆಯ ಬಿಡುಗಡೆ ಸಂಭವಿಸಲಿಕ್ಕಿದೆ. നിന്റെ പേരിന്റെ അകത്ത് സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് നിന്റെ പേരിൽ സ്വർഗ്ഗം എഴുതാൻ പോകുകയാണ്. ನಿನ್ನ ಹೆಸರಿನಲ್ಲಿ ಸೂಪರ್ ಅಸಾಧಾರಣವಾದಂತ ಹೆಸರನ್ನು ಬರೆಯಲಿಕ್ಕಿದ್ದಾಳೆ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അല്പസമയങ്ങൾ കരങ്ങൾ അടിച്ച് അന്യഭാഷയെ പ്രാർത്ഥിച്ച് ಅಲ್ಪ ಸಮಯ ಕರಗಳ ತಟ್ಟುತ್ತಾ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಣ. Hallelujah, hallelujah. Hallelujah. Riba kasaniyam torokoniyam tane. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഈ അകലു ചിലരുടെ പേര് അവരുടെ മൂല്യം വർദ്ധിക്കാൻ പോകുകയാണ്. ಹೆಸರಿನ ಮೌಲ್ಯ ಹೆಚ್ಚಾಗಲಿಕ್ಕಿದೆ. നിന്റെ പേര് രാജ്യങ്ങൾ എഴുതാൻ പോകുകയാണ്. ಹೆಸರು ರಾಜ್ಯಗಳಲ್ಲಿ ಬರೆಯಲಿಕ್ಕಿದೆ. നിന്റെ പേര് ನಿನ್ನ ಹೆಸರು അവൻ ഗവൺമെന്റ് ഒഫീഷ്യലിനകത്ത് എഴുതാൻ പോകുകയാണ്. ಸರ್ಕಾರದ ಕಚೇರಿಯಲ್ಲಿ ಬರೆಯಲಿಕ್ಕಿದೆ. നിന്റെ പേര് ನಿನ್ನ ಹೆಸರು അപ്പോസ്തലന്റെ കൂടെ ചേർക്കാൻ പോകുകയാണ്. ಅಪೊಸ್ತಲರ ಜೊತೆ ಬರೆಯಲಾಗುವುದು. നിന്റെ പേര് ನಿನ್ನ ಹೆಸರು പ്രൊഫറ്റിക്കൽ എഴുതാൻ പോകുകയാണ്. ಪ್ರವಾದನೆಯಲ್ಲಿ ಬರೆಯಲ್ಪಡಲಿಕ್ಕಿದೆ. നിന്റെ പേര് ನಿನ್ನ ಹೆಸರು സ്വർഗ്ഗത്തിനകത്ത് എഴുതാൻ പോകുകയാണ്. ಲೋಕದಲ್ಲಿ ಬರೆಯಲಾಗುವುದು. നിന്റെ പേര് ನಿನ್ನ ಹೆಸರು ദൂതന്മാർ ഏറ്റെടുക്കാൻ പോകുകയാണ്. ದೇವದೂತರು ಅದನ್ನು ಸ್ವೀಕರಿಸಲಿಕ್ಕಿದ್ದಾರೆ. ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുകയാണ്. ನಾನು ಈಗಲೂ ನಂಬುತ್ತಿದ್ದೇನೆ. ഇതിനകത്തിരിക്കുന്നത് പ്രാർത്ഥിച്ചോ. ಇದರೊಳಗಿರುವವರು ಪ್ರಾರ್ಥಿಸಿರಿ. നിന്റെ പേര് ഏഞ്ചൽസ് സൈൻ ചെയ്യാൻ പോവുകയാണ്. ಹೆಸರನ್ನ ದೂತರು ಸೈನ್ ಮಾಡ್ಲಿಕ್ಕಿದ್ದಾರೆ. നിന്റെ പേര് ನಿನ್ನ ಹೆಸರು സ്വർഗം സൈൻ ചെയ്യാൻ പോവുകയാണ്. ಲೋಕ ಸೈನ್ ಮಾಡ್ಲಿಕ್ಕಿದೆ. ആരും നോക്കിക്കൊണ്ടിരിക്കരുത്. ಯಾರು ಇಲ್ಲಿ ನೋಡುತ್ತಾ ನಿಂತ್ಕೊಳ್ಬಾರ್ದು. പ്രാർത്ഥിച്ചോ ಪ್ರಾರ್ಥನೆ ಮಾಡ್ರಿ. ഞാൻ എനിക്ക് മെസ്സേജ് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ಈ ಸಂದೇಶ ಹೇಳೋದಕ್ಕೆ ಆಗ್ತದೆ എന്ന് ನನಗೆ ಗೊತ್ತಿಲ್ಲ. ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ನಾನು ಇಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡ್ತಿರುವಾಗ എന്റെ പേര് സ്വർഗം ನನ್ನ ಹೆಸರು ಪರಲೋಕ 7 നേഷൻസിലും 7 ಖಂಡಗಳಲ್ಲಿಯೂ അവൻ പ്രവാചകന്മാരുടെ ഇടയിൽ ಪ್ರವಾದಿಗಳ ಮಧ್ಯದಲ್ಲಿ പ്രസിഡന്റുമാരുടെ ഇടയിൽ ಪ್ರಸಂಗಗಳ മಧ್ಯದಲ್ಲಿ ഉന്നതന്മാരുടെ ഇടയിൽ ಉನ್ನತ ವ್ಯಕ್ತಿಗಳ ಮಧ್ಯದಲ್ಲಿ ബിസിനസ്സുകാരുടെ ഇടയിൽ ಬಿಸಿನೆಸ್ಗಳ ಮಧ್ಯದಲ್ಲಿ ദൈവം എന്റെ പേരിനെ ದೇವರು ನನ್ನ ಹೆಸರನ್ನ അഡ്രസ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ಅಡ್ರೆಸ್ ಮಾಡ್ಲಿಕ್ಕಿದ್ದಾಳೆ. കരങ്ങൾ നല്ലതുപോലെ ചേർത്തടിച്ച് കരಗಳನ್ನ ಸೇರಿಸಿ ആ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸೋಣ. ഭയങ്കര ദൈവമഹത്വം ഇതിനകത്ത് ചലിക്കുകയാണ്. ದೊಡ್ಡ ದೇವರ ಮಹಿಮೆ ಚಲಿಸುತ್ತಿದೆ. ഭയങ്കര ദൈവമഹത്വം ഇതിനകത്ത് ചലിക്കുകയാണ്. ದೇವರ ಮಹಿಮೆ ഇതുവരെ തുറക്കാത്ത ಇದುವರೆಗೆ ಯಾರಿಗೂ ತೆರೆಯಲ್ಪಡದಿರುವ സൂപ്പർ നാച്ചുറൽ ഡോറുകൾ ಅಸಾಧಾರಣವಾದ ಬಾಗಿಲುಗಳು ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോവുകയാണ്. ಈಗಾಗಲೇ ಕರ್ತನು ನಿನಗಾಗಿ ತೆರೆಯುತ್ತಿದ್ದಾನೆ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ ചേർത്തടിച്ച് ಎಷ್ಟು ಜನ ನಂಬುತ್ತಿದ್ದಾರೆ? ಕರಗಳನ್ನ ಬಡಿಸುತ್ತಾರೆ. ಆರಾಧನೆ 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 ಯಾವುದಕ್ಕೂ ಬಾರದ ನನ್ನ
ಶಬ್ದವಾಗಿ ಯಾವ ಅರ್ಹತೆ ಇಲ್ಲದ, ಯಾವ ಅರ್ಹತೆಯೂ ಇಲ್ಲದ ನನ್ನ ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ನಿನ್ನ ಮಹಿಮೇಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ನಿನ್ನ ಮಹಿಮೇಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಎರಡು ಕರಗಳ ಮೇಲೆ ಕೆತ್ತಿ ಆರಾಧನೆ ಆರಾಧನೆ ಆರಾಧನೆ. ಇನ್ನು ಶಬ್ದವಾಗಿ ಆರಾಧನೆ 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 ಆರಾಧನೆ. ಶಬ್ದವಾಗಿ ಎಲ್ಲರೂ ಬಾಯಿ ತೆರೆದೋಣ. ಯಾವುದಕ್ಕೂ ಬಾರದ ನನ್ನ ಯಾವ ಅರ್ಹತೆಯೂ ಇಲ್ಲದ ನನ್ನ. ಎಲ್ಲರೂ ಬಾಯಿ ತೆರೆದು ಶಬ್ದವಾಗಿ ಹೇಳೋಣ. ಯಾವುದಕ್ಕೂ ಯಾವುದಕ್ಕೂ ಬಾರದ ನನ್ನ ಯಾವ ಅರ್ಹತೆಯೂ ಇಲ್ಲದ ನನ್ನ ಮಹಾಪರಿಶುದ್ಧ ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ನಿನ್ನ ಮಹಿಮೇಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ನಿನ್ನ ಮಹಿಮೇಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಆರಾಧನೆ ಆರಾಧನೆ ಆರಾಧನೆ. ಎಲ್ಲ ಸೇರಿ ಯೇಸುವಿಗೆ ಆರಾಧನೆ ಆರಾಧನೆ ಆರಾಧನೆ. ಕೃಪೆಯೇ 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 ಯೇಸು ಅಪ್ಪ ಎಲ್ಲ ನಿನ್ನ ಕೃಪೆಯೇ. ಕೃಪೆಯೇ 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 ಯೇಸು ಅಪ್ಪ ಎಲ್ಲ ನಿನ್ನ ಕೃಪೆಯೇ. ಆರಾಧನೆ ಆರಾಧನೆ ಓ ಆರಾಧನೆ ಆರಾಧನೆ ಓ ಆರಾಧನೆ ಆರಾಧನೆ. ನನ್ನೆಲ್ಲ ಆಶೀರ್ವಾದಕ್ಕೆ ಯೇಸುವೇ ನೀನೇ ಕಾರಣ. ನನ್ನೆಲ್ಲ ಅಭಿವೃದ್ಧಿಗೆ ನನ್ನೇಸುವೆ ನೀನೇ ಕಾರಣ. ಎರಡು ಕರಗಳನ್ನು ಚಾಚಿ ಹೇಳೋಣ. ಎಲ್ಲ ಆರಾಧನೆಗೆ ಯೋಗ್ಯನಾದ ದೇವರಿಗೆ ಆರಾಧನೆ ಆರಾಧನೆ ಓ ಆರಾಧನೆ
ಎಷ್ಟು ಜನ ಹಾಗೆ ಹೇಳ್ತೀರಿ? ಯಾವುದಕ್ಕೂ ಬಾರದ ನನ್ನ, ಯಾವುದಕ್ಕೂ ಬಾರದ ನನ್ನ, ಯಾವ ಅರ್ಹತೆಯೂ ಇಲ್ಲದ ನನ್ನ, ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ನಿನ್ನ ಮಹಿಮೇಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ನಿನ್ನ ಮಹಿಮೇಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಆರಾಧನೆ ಯೇಸುವೇ, ಆರಾಧನೆ, 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 ಆರಾಧನೆ ಯೇಸುವೇ, ಆರಾಧನೆ, ಆರಾಧನೆ, ಆರಾಧನೆ. ಗಣನೆಗೆ ಬಾರದಂತ ನನ್ನ ಗಣನೆಯ ಮಾಡಿದ್ದು ನಿನ್ನ ಕೃಪೆ. ಎಲ್ಲ ಹೇಳೋಣ, ಗಣನೆಗೆ ಬಾರದ ನನ್ನ, ಗಣನೆಗೆ ಬಾರದಂತ ನನ್ನ ಗಣನೆಯ ಮಾಡಿದ್ದು ನಿನ್ನ ಕೃಪೆಯೇ, 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 ಕೃಪೆಯೇ ಯೇಸು ಅಪ್ಪ, ಎಲ್ಲ ನಿನ್ನ ಕೃಪೆಯೇ, 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 ಕೃಪೆಯೇ ಯೇಸು ಅಪ್ಪ, ಎಲ್ಲ ನಿನ್ನ ಕೃಪೆಯೇ, 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 ಕೃಪೆಯೇ ಯೇಸು ಅಪ್ಪ, ಎಲ್ಲ ನಿನ್ನ ಕೃಪೆಯೇ. ಬದಲಾಗಿಲ್ಲ, ಬದಲಾಗಿಲ್ಲ, ಪುನರುದ್ಧಾರದ ನಿನ್ನ ಮಹಿಮೆ. ಎಲ್ಲ ಸೇರಿ, ಬದಲಾಗಿಲ್ಲ, 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 ಪುನರುದ್ಧಾರದ ನಿನ್ನ ಮಹಿಮೆ. ಎಲ್ಲ ಸೇರಿ, ಬದಲಾಗಿಲ್ಲ, 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 ಪುನರುದ್ಧಾರದ ನಿನ್ನ ಮಹಿಮೆ. ಏಸಯ್ಯ, ಏಸಯ್ಯ ಸ್ತುತಿಸುವೆ ನಿನ್ನನ್ನೇ ಆರಾಧಿಸುವೆ. ಎಲ್ಲ ಸೇರಿ ಏಸಯ್ಯ, ಏಸಯ್ಯ ಸ್ತುತಿಸುವೆ ನಿನ್ನನ್ನೇ ಆರಾಧಿಸುವೆ. ಏಸಯ್ಯ ಸ್ತುತಿಸುವೆ ನಿನ್ನನ್ನೇ ಆರಾಧಿಸುವೆ. ಹಾಲೆ ಹಾಲೆಲೂಯಾ, 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 ಹಾಲೆಲೂಯಾ,
ನಂಬುವೆ ನಾನಂಬುವೆ ನಿನ್ನನ್ನೇ ನಂಬುವೆ. ಎಲ್ಲ ಸೇರೋಣ. ನಂಬುವೆ ಅಪ್ಪ, ನಂಬುವೆ ನಾನಂಬುವೆ ನಿನ್ನನ್ನೇ ನಂಬುವೆ. ಓ ನಂಬುವೆ, ನಿನ್ನ ಮಾತ್ರ ನಂಬುವೆ. ಯೇಸುವೇ ನಂಬುವೆ, ನಂಬುವೆ ನಾನಂಬುವೆ ನಿನ್ನನ್ನೇ ನಂಬುವೆ. ನಂಬುವೆ, ನಿನ್ನ ಮಾತ್ರ ನಂಬುವೆ. ಯೇಸುವೇ ನಂಬುವೆ, ಕುರುಡಾಗಿ ನಾನಂಬುವವನು ನೀನೇ. ಬದಲಾಯಿಸುವೆ ನನ್ನ ಜೀವಿತ, ನಾ ಯೋಚಿಸದೆ ನಂಬುವವನು ನೀನೇ. ಬದಲಾಯಿಸುವೆ ನನ್ನ ಜೀವಿತ, ಅದು ನಿನ್ನಿಂದ ಮಾತ್ರವೇ. ಆಗುವುದೆಂದು ನಂಬಿರುವೆ, ಅದು ನಿನ್ನಿಂದ ಮಾತ್ರವೇ. ಆಗುವುದೆಂದು ನಂಬಿರುವೆ. ಎಲ್ಲ ಸೇರೋಣ. ನಂಬುವೆ, ನಂಬುವೆ ನಾನಂಬುವೆ ನಿನ್ನನ್ನೇ ನಂಬುವೆ. ನಂಬುವೆ, ನಿನ್ನ ಮಾತ್ರ ನಂಬುವೆ. ಯೇಸುವೇ ನಂಬುವೆ. ಎಲ್ಲರೂ ಹೇಳೋಣ. ನಂಬುವೆ ಯೇಸುವೇ, ನಂಬುವೆ ನಾನಂಬುವೆ ನಿನ್ನನ್ನೇ ನಂಬುವೆ. ನಂಬುವೆ, ನಿನ್ನ ಮಾತ್ರ ನಂಬುವೆ. ಯೇಸುವೇ ನಂಬುವೆ. ಯಾವುದಕ್ಕೂ ಬಾರದ ನನ್ನ, ಯಾವ ಅರ್ಹತೆಯೂ ಇಲ್ಲದ ನನ್ನ, ಯಾವುದಕ್ಕೂ ಬಾರದ ನನ್ನ, ಯಾವ ಅರ್ಹತೆಯೂ ಇಲ್ಲದ ನನ್ನ, ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ನಿನ್ನ ಮಹಿಮೇಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ನಿನ್ನ ಮಹಿಮೇಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಆರಾಧನೆ 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 ಆರಾಧನೆ. ಶಬ್ದವಾಗಿ ಹೇಳೋಣ. ಯಾವುದಕ್ಕೂ ಬಾರದ, ಯಾವುದಕ್ಕೂ ಬಾರದ ನನ್ನ,
ಯಾವ ಅರ್ಹತೆಯೂ ಇಲ್ಲದ ನನ್ನ, ಯಾವುದಕ್ಕೂ ಬಾರದ ನನ್ನ, ಯಾವ ಅರ್ಹತೆಯೂ ಇಲ್ಲದ ನನ್ನ, ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ನಿನ್ನ ಮಹಿಮೇಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ನಿನ್ನ ಮಹಿಮೇಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಆರಾಧನೆ 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 ಸುವೆ, ಆರಾಧನೆ 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 ಆರಾಧನೆ. ನಮಃಶದಲರ ಯೇಸುವೇ, ನಂಬುವೆ ನಂಬುವೆ ನಿನ್ನನ್ನೇ ನಂಬುವೆ ನಂಬುವೆ ನಿನ್ನ ಮಾತ್ರ ನಂಬುವೆ ಯೇಸುವೇ, ನಂಬುವೆ ಅತಿಯಾಗಿ ನೀ ಪ್ರೀತಿ ಮಾಡಿದೆ, ಅತಿಯಾಗಿ ನೀ ಪ್ರೀತಿ ಮಾಡಿದೆ, ತಾಯಿಗಿಂತ ಶ್ರೇಷ್ಠ ನಿನ್ನ ಪ್ರೀತಿಯು, ತಾಯಿಗಿಂತ ಶ್ರೇಷ್ಠ ನಿನ್ನ ಪ್ರೀತಿಯು. ಎಲ್ಲರೂ ಹೇಳೋಣ, ಅತಿಯಾಗಿ ನಮ್ಮನ್ನ ಪ್ರೀತಿಸಿದ್ದಿ, ಅತಿಯಾಗಿ ನೀ ಪ್ರೀತಿ ಮಾಡಿದೆ, ಅತಿಯಾಗಿ ನೀ ಪ್ರೀತಿ ಮಾಡಿದೆ, ತಾಯಿಗಿಂತ ಶ್ರೇಷ್ಠ ನಿನ್ನ ಪ್ರೀತಿಯು, ತಾಯಿಗಿಂತ ಶ್ರೇಷ್ಠ ನಿನ್ನ ಪ್ರೀತಿಯು. ನೀ ಧನ್ಯನು ಸರ್ವಶ್ರೇಷ್ಠರು, ನಿನ್ನ ಹಾಗೆ ಯಾರು ಇಲ್ಲ ಯಾರಿಲ್ಲ. ನೀ ಧನ್ಯನು ಸರ್ವಶ್ರೇಷ್ಠರು, ನಿನ್ನ ಹಾಗೆ ಯಾರು ಇಲ್ಲ ಯಾರಿಲ್ಲ. ಹಾಲೆಲೂಯಾ 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 ಹಾಲೆಲೂಯಾ. ಅತಿಯಾಗಿ ನೀ ಪ್ರೀತಿ ಮಾಡಿದೆ ಸುವೆ, ಅತಿಯಾಗಿ ನೀ ಪ್ರೀತಿ ಮಾಡಿದೆ, ತಾಯಿಗಿಂತ ಶ್ರೇಷ್ಠ ನಿನ್ನ ಪ್ರೀತಿಯು, ತಾಯಿಗಿಂತ ಶ್ರೇಷ್ಠ ನಿನ್ನ ಪ್ರೀತಿಯು. ನೀ ಧನ್ಯನು ನೀ ಧನ್ಯನು ಸರ್ವಶ್ರೇಷ್ಠನು,
ನಿನ್ನ ಹಾಗೆ ಯಾರು ಇಲ್ಲ, ಯಾರಿಲ್ಲ. ನೀ ಧನ್ಯನು ಯೇಸುವೇ ಸರ್ವ ಶ್ರೇಷ್ಠನು. ನಿನ್ನ ಹಾಗೆ ಯಾರು ಇಲ್ಲ, ಯಾರಿಲ್ಲ. ಹಲ್ಲೆಲೂಯಾ 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 ಹಲ್ಲೆಲೂಯಾ. ಪ್ರಭುದಕ್ಕೂ ಬಾರದ ನನ್ನ ಯಾವ ಅರ್ಹತೆಯೂ ಇಲ್ಲದ ನನ್ನ, ಓ ಯಾವುದಕ್ಕೂ ಬಾರದ ನನ್ನ, ಯಾವ ಅರ್ಹತೆಯೂ ಇಲ್ಲದ ನನ್ನ, ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ನಿನ್ನ ಮಹಿಮೆಯಲ್ಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ನಿನ್ನ ಮಹಿಮೆಯಲ್ಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಆರಾಧನೆ ಆರಾಧನೆ ಆರಾಧನೆ. ಎಲ್ಲ ಸೇರಿ ಆರಾಧನೆ 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 ಆರಾಧನೆ. ಯಾವುದಕ್ಕೂ ಬಾರದ ನನ್ನ, ಯಾವ ಅರ್ಹತೆಯೂ ಇಲ್ಲದ ನನ್ನ, ಓ ಯಾವುದಕ್ಕೂ ಬಾರದ ನನ್ನ, ಯಾವ ಅರ್ಹತೆಯೂ ಇಲ್ಲದ ನನ್ನ, ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ನಿನ್ನ ಮಹಿಮೆಯಲ್ಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ನಿನ್ನ ಮಹಿಮೆಯಲ್ಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಆರಾಧನೆ ಆರಾಧನೆ ಸುವೆ ಆರಾಧನೆ 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 ಸುವೆ ಆರಾಧನೆ 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 ಆರಾಧನೆ. ಎರಡು ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ ತೆಳೋಣ. ಯಾವುದಕ್ಕೂ ಬಾರದ ನನ್ನ, ಯಾವ ಅರ್ಹತೆಯೂ ಇಲ್ಲದ ನನ್ನ,
ಯಾವುದಕ್ಕೂ ಬಾರದ ನಮ್ಮನ್ನ, ಯಾವುದಕ್ಕೂ ಬಾರದ ನನ್ನ, ಯಾವ ಅರ್ಹತೆಯೂ ಇಲ್ಲದ ನನ್ನ ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ನಿನ್ನ ಮಹಿಮೇಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳಕ್ಕೆ ತಂದು ಯೇಸುವೆ ನಿನ್ನ ಮಹಿಮೇಲಿ ಪಾಲನ್ನು ಕೊಟ್ಟೆ. ಆರಾಧನೆ ಆರಾಧನೆ ಆರಾಧನೆ, ಎಲ್ಲರೂ ಶಬ್ದವಾಗಿ ಆರಾಧನೆ 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 ಆರಾಧನೆ. ಎಷ್ಟು ಜನ വിശ്വസിക്കുന്നുണ്ടോ? ಎಷ್ಟು ಜನ ನಂಬುತ್ತಿದ್ದೀರಿ? ആമേൻ. നിന്റെ പേരിന്റെ നഗത്തൊരു സൂപ്പർ നാച്ചുറൽ കോളിംഗ് കിടപ്പുണ്ട്. ನಿನ್ನ ಹೆಸರಿನಲ್ಲಿ ಒಂದು ಅಸಾಧಾರಣವಾದ ಕರೆಯುವಿಕೆ ಇದೆ. നിന്റെ പേര് വിശാലമാകാൻ പോവുകയാണ്. ನಿನ್ನ ಹೆಸರು ವಿಶಾಲವಾಗಲಿಕ್ಕಿದೆ. ഞാന് വചനം നല്ലതുപോലെ ശുശ്രൂഷിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. വചനം നല്ലതുപോലെ ശുശ്രൂഷിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ನಾನು ಚೆನ್ನಾಗಿ ದೇವರ ವಾಕ್ಯವನ್ನು ಮಾತನಾಡುವಂತ ಯವನಸ್ಥನಾಗಿದ್ದೇನೆ. എനിക്ക് വചനം പ്രസംഗിക്കാനും ഭയങ്കര ഇഷ്ടമാണ്, പ്രവചിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ವಾಕ್ಯ ಮಾತನಾಡೋದ್ರಲ್ಲಿ ಬಹಳ ಇಷ್ಟ, ಪ್ರವಾದಿಸುವುದರಲ್ಲಿ ನನಗೆ ಬಹಳ ಇಷ್ಟ. കാര്യം പ്രവചനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിയിട്ടുള്ളത്. ನೋಡಿ, ಪ್ರವಾದನೆ ಆಗಿದೆ ನಮ್ಮ ಜೀವಿತವನ್ನೆಲ್ಲ ಬದಲಾಯಿಸುವಂತದ್ದು. ನಾನು എനിക്ക് തന്ന സമയത്തിന്റെ അകത്ത് ഞാൻ നിർത്തും. നാളെ ഞാൻ വീണ്ടും നിങ്ങളോട് ശുശ്രൂഷിക്കുന്നതായിരിക്കും. ನನಗೆ ಕೊಟ್ಟಂತ ಸಮಯದಲ್ಲಿ ನಿಲ್ಲಿಸ್ತೇನೆ. ನಾಳೆ ನಾನು ನಿಮ್ಮ ಮುಂದೆ ಸೇವೆ ಮಾಡ್ತೇನೆ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ಅದಕ್ಕಿಂತ ಮೊದಲು ನಿಮಗೆ ಒಂದು ಸಂಗತಿ ಹೇಳಿ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕಿದ್ದೇನೆ. ആമേൻ. ദൈവം നിന്റെ പേരിന്റെ അകത്ത് ದೇವರು ನಿನ್ನ ಹೆಸರಿನಲ್ಲಿ ഒരു വലിയൊരു വർധന വിട്ടു കഴിഞ്ഞാൽ, ದೊಡ್ಡ ಅಭಿವೃದ್ಧಿಯನ್ನು ಇಟ್ಟಿರುವುದಾದರೆ അതിന്റെ അകത്ത് മുഴുവൻ കാര്യങ്ങളും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. ಅದರಲ್ಲಿ ಇರುವಂತಹ ಪರಿಪೂರ್ಣ ಸಂಗತಿಗಳು ತೆರೆಯಲ್ಪಡುತ್ತಾ ಇರುತ್ತದೆ. അതുകൊണ്ടാണ് ആമേൻ യോശുവയോട് ദൈവം പറഞ്ഞത്, ಆದುದರಿಂದಲೇ ದೇವರು ಯೋಶುವನಿಗೆ ಹೇಳಿದ್ದು, ആമേൻ, നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരും. ನೀನು ಎಲ್ಲೇ ಹೋದರೂ ನಾನು ನಿನ್ನೊಂದಿಗೆ ಬರುತ್ತೇನೆ. അതുകൊണ്ട് അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞത്, ಅಬ್ರಾಮನ ಕರೆದು ದೇವರು ಹೇಳ್ತಿದ್ದಾನೆ, അബ്രഹാമേ, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിനക്ക് അവകാശമായി തരാം. ಅಬ್ರಾಮನೆ, ನೀನು ಹೋಗುವ ಕಡೆ ಎಲ್ಲ ಆ ಸ್ಥಳವೆಲ್ಲ ನನಗೆ ಬಾಧ್ಯವಾಗಿ ಕೊಡ್ತೇನೆ. അപ്പൊ പേരിന്റെ അകത്ത് ഭയങ്കര പ്രത്യേകത കിടപ്പുണ്ട്. ನೋಡಿ, ಹೆಸರಿನಲ್ಲಿ ಬಹಳ ವಿಶೇಷತೆ ಅದರಲ್ಲಿ ಅಡಕವಾಗಿದೆ. കർത്താവ് എല്ലാവരുടെയും പേര് വിളിച്ചിട്ടില്ല. സുനിൽ പാസ്റ്റർ ಎಲ್ಲರ ಹೆಸರನ್ನ ಪಾಸ್ಟರ್ ಕರೆದಿಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാന് കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരു ഗ്രാമത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ಕಳೆದ 2 ತಿಂಗಳ ಹಿಂದೆ ನಾರ್ತ್ ಇಂಡಿಯಾದಲ್ಲಿ ಒಂದು ಗ್ರಾಮದಲ್ಲಿ ನಾನು ಸೇವೆ ಮಾಡ್ತಾ ಇದ್ದೆ. ഞാനിങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ಅನ್ಯ ಭಾಷೆ ಹೇಳಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೆ. അപ്പൊ ദൈവ സാന്നിധ്യം വന്നു. ದೇವರ ಸಾನ್ನಿಧ್ಯ ಬಂತು. അപ്പൊ ഞാൻ അന്യഭാഷ പറഞ്ഞ ದೇವದಾಸന്റെ ಕೈ പിടിച്ചു ഫ്രണ്ടിലോട്ട് പോയി. ನಾನು ಅನ್ಯ ಭಾಷೆ ಹೇಳಿ ದೇವರ ಸೇವಕರ ಕೈ ಹಿಡಿದುಕೊಂಡು ಮುಂದೆ ಹೋದೆ. പക്ഷെ അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ಅನ್ಯ ಭಾಷೆ ಹೇಳಿದ ನಂತರವೇ അദ്ദേഹം പറഞ്ഞത് അന്യഭാഷന്റെ പേരായിരുന്നു. ಅನ್ಯ ಭಾಷೆ ಎಂಬುದು ನನ್ನ ಹೆಸರಾಗಿತ್ತು. ഹല്ലേലൂയ. 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 ഓൾറെഡി ഞാനും ഷോക്കായി പോയി. ನಾನು ಕೇಳಿದ ತಕ್ಷಣ ನಾನೇ ಆಶ್ಚರ್ಯಪಟ್ಟೆ. അപ്പൊ വെറുതെ കർത്താവ് ആരുടെയും പേര് വിളിക്കാറില്ല. ಸುಮ್ಮನೆ ಯಾರನ್ನು ದೇವರ ಹೆಸರು ಕರೆಯುವುದಿಲ್ಲ. ആ വിളിക്കകത്തൊരു ഭയങ്കര പദ്ധതി കിടപ്പുണ്ട്. ಆ ಕರೆಯುವಿಕೆಯಲ್ಲೇ ಒಂದು ದೊಡ್ಡ ಯೋಜನೆ ಅಡಕವಾಗಿದೆ. നിങ്ങൾ എല്ലാവരുടെയും പേരൊന്ന് പറഞ്ഞേ. ನೀವು ನಿಮ್ಮ ಎಲ್ಲರ ಹೆಸರು ಹೇಳ್ರಿ. വാദോർ നിങ്ങളുടെ പേര് പറഞ്ഞേ. ನೀವು ಬಾಯಿ ತೆರೆದು ನಿಮ್ಮ ಹೆಸರು ಹೇಳಿರಿ. ಜಸ್ಟಿನ್. ആ പേരിന്റെ അകത്തൊരു സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിംഗ് കിടപ്പുണ്ട്. ಆ ಹೆಸರಿನಲ್ಲಿ ಒಂದು ಅಸಾಧಾರಣವಾದ ಆಶೀರ್ವಾದ ಅಡಕವಾಗಿದೆ.
എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു. ನನಗೆ ಇಂಗ್ಲಿಷ್ ಗೊತ್ತಿರಲಿಲ್ಲ. അപ്പം ഞാൻ എന്നോട് പ്രവാചകന്മാർ പ്രവചിച്ചിട്ട് പറഞ്ഞു, ആഫ്രിക്കക്കാരും വിദേശികളൊക്കെ നിന്റെ പേര് വിളിച്ച് നിന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. ನೋಡಿ, ಪ್ರವಾದಿಗಳು ಹೇಳಿದ್ರು, ಆಫ್ರಿಕಾದವರು ವಿದೇಶದವರು ನಿನ್ನ ಹೆಸರು ಹೇಳಿ ಪ್ರವಾದಿಸ್ತಾರೆ ಎಂಬುದಾಗಿ. ഞാൻ ഉള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലെല്ലാം പോയി. ನಾನು ಇರುವಂತ ಎಲ್ಲ ಇಂಗ್ಲಿಷ್ ಸ್ಪೋಕನ್ ಕ್ಲಾಸಿಗೆಲ್ಲ ಹೋದೆ. എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റാത്ത കാര്യമാണ്. ನನಗೆ ಅರ್ಥವಾಯ್ತು, ಇದೆಲ್ಲ ನನಗೆ ಸರಿಯಾಗುವ ಸಂಗತಿ ಅಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അവസാനം ಕೊನೆಗೆ ഞാൻ ഹോളി സ്പിരിറ്റ് എന്നോട് പറഞ്ഞു, ಪರಿಶುದ್ಧಾತ್ಮ ನನಗೆ ಹೇಳಿದನು, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. ನೀನು ಒಂದು ಸಂಗತಿ ಮಾಡಿದ್ರೆ ಸಾಕು. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എത്ര മണിക്കൂറാണെന്ന് ചോദിച്ചു. ಸ್ಪೋಕನ್ ಇಂಗ್ಲಿಷ್ ಎಷ್ಟು ತಾಸು ಗೊತ್ತಾ ನಿನಗೆ? ഞാൻ പറഞ്ഞു 3 മണിക്കൂർ. ನಾನು ಹೇಳಿದ 3 ಗಂಟೆ. ആ സമയം കർത്താവ് എന്നോട് പറഞ്ഞു, ಆ ಸಮಯದಲ್ಲಿ ಕರ್ತನು ನನಗೆ ಹೇಳಿದನು, ആ 3 മണിക്കൂർ നീ അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ಆ 3 ತಾಸು ನೀನು ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸು ಅಂತ ಹೇಳಿದನು. ഞാൻ ആ 3 മണിക്കൂർ അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ಆ 3 ತಾಸು ನಾನು ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಕೆ ಪ್ರಾರಂಭಿಸಿದೆ. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ಕೆಲವು ವರ್ಷಗಳು ಕಳೆದಾಗ ആമേൻ, ಆಮೇಲೆ പ്രവാചകന്മാർ എന്നോട് പ്രവചിച്ചു പറഞ്ഞു, ಪ್ರವಾದಿಗಳು ನನಗೆ ಪ್ರವಾದಿಸಿ ಹೇಳಿದ್ರು, ആഫ്രിക്കക്കാർ നിന്റെ പേര് വിളിക്കൂ. ಆಫ್ರಿಕರು ಆದವರು ನಿನ್ನ ಹೆಸರು ಕರೀತಾರೆ. അന്ന് ആഫ്രിക്ക പോയിട്ട് ಅವತ್ತು ಆಫ್ರಿಕಕ್ಕೆ ಹೋಗಿ തിരുവനന്തപുരത്ത് പോലും പോയിട്ടില്ല. ಆಫ್ರಿಕಾ ಹೊರತು ಬಿಟ್ಟು ನಾನು ತಿರುವಂತರ ಪಟ್ಟಣಕ್ಕೆ ಹೋಗ್ಲಿಲ್ಲ. എനിക്ക് ആഫ്രിക്ക എന്താന്ന് പോലും അറിയത്തില്ല. ಆಫ್ರಿಕಾ ಏನು ಅಂತ ನನಗೂ ಗೊತ್ತಿಲ್ಲ. അടുത്ത പ്രവാചകന്മാർ പറഞ്ഞു, ನಂತರ ಪ್ರವಾದಿಸಿದರು, ബ്രസീലുകാർ നിന്റെ പേര് വിളിക്കുമെന്ന്. ಬ್ರೆಜಿಲ್ ಅವನು ನಿನ್ನ ಹೆಸರು ಕರೀತಾರೆ. ഞാൻ പറയും, കർത്താവ് ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? ಕರ್ತನೆ, ಇದೆಲ್ಲ ನಡೀತದಾ? 7 വർഷം കഴിഞ്ഞപ്പോൾ 7 ವರ್ಷ ಕಳೆದಾಗ ആഫ്രിക്കക്കാർ സാമ്രാജ്യന്റെ പേര് വിളിക്കാൻ തുടങ്ങി. ಆಫ್ರಿಕಾದವರು ಸಾಮ್ರಾಜ್ಯ ಎಂಬುದಾಗಿ ನನ್ನ ಹೆಸರು ಕರೆಯೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು. ബ്രസീലുകാർ സാമ്രാജ്യന്റെ പേര് വിളിക്കാൻ തുടങ്ങി. ಬ್ರೆಜಿಲ್ ಅವರು ಸಾಮ್ರಾಜ್ಯ ಎಂಬುದಾಗಿ ಹೆಸರು ಕರೆಯೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು. അമേരിക്കക്കാർ സാമ്രാജ്യന്റെ പേര് വിളിക്കാൻ തുടങ്ങി. ಅಮೆರಿಕದವರು ಸಾಮ್ರಾಜ್ಯದ ಹೆಸರು ಕರೆಯೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು. എനിക്ക് രാവിലെ മെസ്സേജ് വരികയാണ്, ഹലോ പാസ്റ്റർ സാമ്രാജ് ഫ്രം ആഫ്രിക്ക. ನನಗೆ ಬೆಳಿಗ್ಗೆ ಸಂದೇಶ ಬರ್ತಿದೆ, ಹಲೋ ಸಾಮ್ರಾಜ್ ಪಾಸ್ಟರ್ ಎಂಬುದಾಗಿ, ಆಫ್ರಿಕಾ. ഞാൻ അവരോട് മണിക്കൂറുകൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. ಅವರ ಜೊತೆ ಗಂಟೆ ತಾಸುಗಳು ಇಂಗ್ಲಿಷ್ ಅಲ್ಲಿ ಮಾತನಾಡಲು ಪ್ರಾರಂಭಿಸಿದೆ. എന്താ സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ಏನ್ ಮಾತನಾಡ್ತಾ ಇದೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ. പക്ഷെ ഞാൻ പറഞ്ഞ അവർക്ക് മനസ്സിലാകുന്നുണ്ടോ? ಆದ್ರೆ ನಾನು ಹೇಳೋದಲ್ಲ ಅವ್ರಿಗೆ ಅರ್ಥ ಆಗ್ತಾ ಇದೆ. ഇന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും അധികം ഫ്രണ്ട്സ് ഉള്ളത് ആഫ്രിക്കയിലാന്ന് പറഞ്ഞു. ನಾನು ಪಾಸ್ಟರ್ ಹತ್ರ ಬಂದಾಗ ನನಗೆ ಹೆಚ್ಚು ಸ್ನೇಹಿತರಿರೋದು ಆಫ್ರಿಕಾದಲ್ಲಿ ಎಂಬುದಾಗಿ. ഇന്ന് പകൽ നിന്റെ പേരിന്റെ അകത്തൊരു ಈ ಹಗಲು ನಿನ್ನ ಹೆಸರಿನಲ್ಲಿ ಒಳಗಡೆ ഒരു സൂപ്പർ നാച്ചുറൽ അനോയിന്റിംഗ് വീണ് കഴിഞ്ഞാൽ, ಅಸಾಧಾರಣವಾದ ಅಭಿಷೇಕ ಬೀಳುವುದಾದರೆ, നിന്റെ വിദ്യാഭ്യാസത്തിനും നിന്റെ കുടുംബക്കാർക്കും ആർക്കും ചെയ്യാൻ കഴിയാത്തത് ആ മഹത്വം നിന്റെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. ನಿನ್ನ ವಿದ್ಯಾಭ್ಯಾಸವಾಗಲೇ ನಿನ್ನ ಕುಟುಂಬದವರಿಗೆ ಯಾರಿಗೂ ಮಾಡಕ್ಕಾಗದ ಮಹಿಮೆ ನಿನ್ನನ್ನು ಹೊರಗೆ ತರಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയും? ಎಷ್ಟು ಜನರು ಆಮೇನ್ ಹೇಳ್ತೀರಾ? കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ആമേൻ ಕರಗಳ പറയും. ಎತ್ತಿ ಶಕ್ತವಾಗಿ ಆಮೇನ್ ಹೇಳೋಣ. ആമേൻ. ഞാൻ ഒതുങ്ങത്തില്ലെന്ന് പറഞ്ഞാട്ടെ. ನಾನು ಮರೆಯಾಗಿ ಹೋಗುದಿಲ್ಲ ಅಂತ ಹೇಳ್ರಿ. കാര്യം കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്, ಕರ್ತನ ನನ್ನ ಕರೆದಿರೋದು അവൻ ലോകത്തിന്റെ മുഴുവനും യാത്ര ചെയ്യാൻ വേണ്ടിയാണ്. ಲೋಕ ಪೂರ್ತಿಯಾಗಿ ನಾನು ಸಂಚರಿಸುವುದಕ್ಕಾಗಿ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? ಈ ಹಗಲು ಎಷ್ಟು ಜನ ನಂಬ್ತಿದ್ದೀರಾ? ആമേൻ. അത് നിങ്ങളുടെ മേൽ ഇന്ന് പകൽ, എനിക്കറിയില്ല, ഇന്ന് പകൽ ആ പേരുകളുടെ മേൽ ഭയങ്കര ദൈവശക്തി വ്യാപരിക്കാൻ പോവുക. ನನಗೆ ಗೊತ್ತಿಲ್ಲ, ಈ ಆ ಹೆಸರುಗಳ ಮೇಲೆ ದೈವಿಕ ದೊಡ್ಡ ಶಕ್ತಿ ಚಲಿಸಲಿಕ್ಕಿದೆ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അത് ഇപ്പോൾ തന്നെ റിലീസ് ആകപ്പെടട്ടെ. ಅದು ಈಗಾಗಲೇ ಅದು ರಿಲೀಸ್ ಆಗ್ಲಿ. റിലീസ് ആകട്ടെ. ರಿಲೀಸ್ ಆಗ್ಲಿ. റിലീസ് ആകട്ടെ. ಅದು ಪ್ರಕಟವಾಗಲಿ ಈಗಲೇ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ಕಳೆದ ದಿವಸ ಒಂದು ಪಾಸ್ಟರ್ ಕುಟುಂಬಕ್ಕಾಗಿ ಪ್ರಾರ್ಥಿಸುವುದಕ್ಕಾಗಿ ಹೋದೆ. ആ ಪಾಸ್ಟರ್ അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. ಅವರ ಮುಖ ನೋಡಿದ್ರೆ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕಂತ ಅನಿಸೋದಿಲ್ಲ. അദ്ദേഹം ഇച്ചിരി ദേഷ്യക്കാരനാണ്. ಆತನು ಸ್ವಲ್ಪ ಕೋಪವುಳ್ಳ ಮನುಷ್ಯನು. അപ്പം ഞാൻ ഇദ്ദേഹം പറഞ്ഞു, എന്റെ വീട്ടിലോട്ട് പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞു. ಇವರು ಹೇಳಿದ್ರು, ನಮ್ಮ ಮನೆಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡೋದಕ್ಕೆ ಬನ್ನಿ ಅಂತ. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. ನಾನು ಅವರ ಮನೆಗೆ ಹೋದೆ. ഇദ്ദേഹം കുറെ കാര്യങ്ങൾ ഇങ്ങനെ എന്നോട് സംസാരിക്കുക. ಇವರು ಅನೇಕ ಸಂಗತಿಗಳು ನನ್ನ ಜೊತೆ ಮಾತನಾಡ್ತಿದ್ದಾರೆ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ಮಾತನಾಡ್ತಿರುವ ಮಧ್ಯದಲ್ಲಿ ഞാൻ വിചാരിച്ചു എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആകാന്ന് വിചാരിച്ചു. ನಾನು ಅನ್ಕೊಂಡೆ, ಆದಷ್ಟು ಬೇಗ ಇಲ್ಲಿಂದ ತಪ್ಪಿಸ್ಕೊಳ್ಳೋಣ ಎಂಬುದಾಗಿ ಅನ್ಕೊಂಡೆ.
കാര്യം ഇദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. ಯಾಕೆಂದ್ರೆ ಈತನು ಮಾತನಾಡುವಂತ ಸಂಗತಿಗಳಲ್ಲಿ ನಮಗೆ ಅದರ ಜೊತೆ ಸೇರ್ಕೊಳಕ್ ಆಗ್ತಾ ಇಲ್ಲ. എന്നാൽ അദ്ദേഹത്തിന് വീട്ടിലൊരു മോളുണ്ട്. ಆದರೆ ಅವರ ಮನೆಯಲ್ಲಿ ಒಂದು ಮಗಳಿದ್ದಾಳೆ. ആമേൻ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു. ನಾನು ಪ್ರಾರ್ಥಿಸೋದಕ್ಕಾಗಿ ಕುಳಿತುಕೊಂಡೆ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അകത്ത് ಪ್ರಾರ್ಥನೆ ಮಾಡೋದ್ರೊಳಗಾಗಿ കർത്താവ് എന്നോട് പറഞ്ഞു ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ಕರ್ತನ ಹೇಳಿದನು ಆ ಮಗಳಿಗಾಗಿ ಪ್ರಾರ್ಥಿಸು ಎಂಬುದಾಗಿ. അപ്പൊ ഞാൻ എന്റെ ബൈബിളിന്റെ അകത്ത് കർത്താവിനെ നിസ്സി എന്ന് പറഞ്ഞൊരു പേര് കർത്താവിനെ കാണിച്ചു. ನನಗೆ ಸತ್ಯವೇದದಲ್ಲಿ ನಿಸ್ಸಿ ಎಂಬ ಹೆಸರನ್ನು ಕರ್ತನ ತೋರಿಸಿದನು. അപ്പൊ ഞാന് മീറ്റിംഗ് കയറുന്ന ആ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ನಾನು ಆ ಕೂಟಕ್ಕೆ ಪ್ರಾರ್ಥಿಸೋದಕ್ಕೆ ಮೊದಲು ഞാൻ നിസ്സി എന്ന പേര് എഴുതി വെച്ചു. ನಾನು ನಿಸ್ಸಿ ಎಂಬ ಹೆಸರನ್ನು ಬರೆದಿಟ್ಟೆ. എന്നിട്ട് ഞാൻ അപ്പൊ സ്തോത്രം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ಆ ನಂತರ ನಾನು ಅವರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದೆ. ആ മോള് മൂന്നര വർഷമായിട്ട് ആ മോള് വീട്ടിന്റെ അകത്ത് ഇരിക്കുക. 3.5 ವರ್ಷದಿಂದ ಮಗಳು ಮನೆಯಲ್ಲೇ ಕೂತಿದ್ದಾಳೆ. അവൾ ഒരു സ്റ്റെപ്പിൽ നിന്ന് വീണ് അവളുടെ കൈ ഒടിഞ്ഞു പോയി. ಅವಳು ಒಂದು ಮೆಟ್ಲಿಂದ ಕೆಳಗೆ ಬಿದ್ದು ಕೈ ಮುರ್ಕೊಂಡಿದ್ದಾಳೆ. അവൾ ഒരു നേഴ്സാണ്. ಅವಳು ನರ್ಸ್ ಆಗಿದ್ದಾಳೆ. അവൾ 3.5 വർഷമായിട്ട് വീട്ടിനകത്ത് ഒറ്റ ഇരിപ്പാണ്. ನೋಡಿ, ಅವಳು 3.5 ವರ್ಷದಿಂದ ಒಂದು ಕೋಣೆಯೊಳಗೆ ಒಂಟಿಯಾಗಿ ಕೂತಿದ್ದಾಳೆ. അവൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നിಲ್ಲ. ಅವಳು ಕೆಲಸ ಮಾಡಕ್ ಆಗ್ತಾ ಇಲ್ಲ. അവൾ പല രാജ്യത്ത് പോകാൻ ട്രೈ ചെയ്തു. ಅನೇಕ ದೇಶಗಳಿಗೆ ಹೋಗ್ಲಿಕ್ಕೆ ಅವಳು ಪ್ರಯತ್ನ ಪಟ್ಲು. ഒരു കാര്യം നടക്കുന്നില്ല. ಯಾವ ಸಂಗತಿಯೂ ನಡೀತಾ ಇಲ್ಲ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവിനെ അവിടെ കൊണ്ടുപോകുന്നത്. ಹಾಗಿರುವಾಗ ಕರ್ತನು ಅವಳನ್ನು ಕರೆದುಕೊಂಡು ಹೋಗಿದ್ದು. പക്ഷെ കർത്താവ് പറഞ്ഞു, ಕರ್ತನು ನನಗೆ ಹೇಳಿದನು, നിസ്സി രാജ്യങ്ങൾ യാത്ര ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. ನಿಸ್ಸಿ ದೇಶಗಳಲ್ಲಿ ಪ್ರಯಾಣ ಮಾಡ್ಲಿಕ್ಕೆ ಇದ್ದಾಳೆ ಎಂದು ಹೇಳಿದನು. അപ്പൊ ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ಪಾಸ್ಟರ್ ನನಗೆ ಹೇಳಿದ್ರು, പാസ്റ്ററെ ILT പലതും എഴുതി പരാജയപ്പെട്ടിരിക്കുക, ഈ മാസവും പരാജയപ്പെട്ടിരിക്കുക. ಪಾಸ್ಟರ್ ILT ಬರೆದು ನಾನು ಸೋತು ಹೋಗಿದ್ದೇನೆ, ಈ ತಿಂಗಳು ಬರೆದು ಸೋತು ಹೋಗಿದ್ದೇನೆ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, ನಾನು ಅವ್ರಿಗೆ ಹೇಳಿದೆ, നിസ്സിയുടെ സീസൺ ആരംഭിക്കാൻ പോവാന്ന് പറഞ്ഞു. ನಿಸ್ಸಿಯ ಕಾಲ ತೆರೆಯಲ್ಪಡ್ತಾ ಇದೆ ಎಂಬುದಾಗಿ. ദൈവം അവളുടെ റിക്വസ്റ്റിനെ അപ്രൂവ് ചെയ്യാൻ പോവുകയെന്ന് പറഞ്ഞു. ಅವಳ ರಿಕ್ವೆಸ್ಟ್ ಅನ್ನ ದೇವರು ಅದಕ್ಕೆ ಅಪ್ರೂವಲ್ ಮಾಡ್ತಾ ಇದ್ದಾನೆ ಎಂಬುದಾಗಿ. ഞാൻ ഈ ദൂത് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. ನಾನು ಈ ಆಲೋಚನೆ ಹೇಳಿ ಮನೆಗೆ ಬಂದೆ. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കോൾ വന്നു. ಕಳೆದ ವಾರ ನನಗೆ ಒಂದು ಕರೆ ಬಂತು. നിസ്സി മാലദ്വീപിൽ പോയിരിക്കുന്നു. ನಿಸ್ಸಿ ಮಾಲ್ದೀಪಿಗೆ ಹೋಗಿದ್ದಾಳೆ. എത്ര പേർ ആമേൻ പറയുന്നു പകല്? ಎಷ್ಟು ಜನ ಆಮೇಲೆ ಹೇಳ್ತೀರ ಈಗಲೂ? ദൈവം വെറുതെ നിന്റെ പേര് വിളിക്കത്തില്ല. ದೇವರು ನಿನ್ನನ್ನು ಸುಮ್ಮನೆ ನಿನ್ನ ಹೆಸರು ಕರೆಯುವುದಿಲ್ಲ. വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സൂപ്പർ നാച്ചുറൽ ಕರೆದಿರೋದಾದರೆ ಅದು ಅಸಾಧಾರಣವಾಗಿರುತ್ತದೆ. ഒരു വിളി കിടപ്പുണ്ട്, ಒಂದು ಕರೆಯುವಿಕೆ ಅದರಲ್ಲಿ ಅಡಕವಾಗಿದೆ, പദ്ധതി കിടപ്പുണ്ട്, ಒಂದು ಯೋಜನೆ ಅದರಲ್ಲಿ ಮರೆಯಾಗಿದೆ. ഹല്ലേലൂയ ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ഞാൻ വായിച്ച വാക്യം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ನಾನು ಓದಿದ ವಾಕ್ಯವನ್ನು ನಾನು ತೆಗೆದುಕೊಳ್ಳಕ್ ಆಗ್ಲಿಲ್ಲ. നാളെ ഞാൻ അത് എടുക്കുന്നതായിരിക്കും. ನಾಳೆ ಅದನ್ನು ತೆಗೆದುಕೊಳ್ಳುತ್ತೇನೆ. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ടോ? ಆದರೆ ಒಂದು ಸಂಗತಿ ಹೇಳಲಿಕ್ಕೆ ನನಗುಂಟು. ആരൊക്കെ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നു അതിന്റെ മധ്യ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. ಯಾರೆಲ್ಲ ನಮ್ಮನ್ನ ನಾಶ ಮಾಡೋದಕ್ಕೆ ಪ್ರಯತ್ನಿಸ್ತಾರೋ ಅದರ ಮಧ್ಯದಲ್ಲಿ ನಾವು ಬೆಳಿತಾನೇ ಇರ್ತೇವೆ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ದೇವರು ಅಬ್ರಾಮನಿಗೆ ಹೇಳಿದನು, ಅಬ್ರಾಮನೇ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യാൻ പറഞ്ഞു. ನಾನು ತೋರಿಸಲಿರುವ ದೇಶಕ್ಕೆ ನೀನು ಹೊರಟು ಹೋಗು ಎಂಬುದಾಗಿ ದೇವರು ಹೇಳಿದನು. അബ്രഹാം ഭാര്യയും കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ಅಬ್ರಾಮನು ತನ್ನ ಹೆಂಡತಿ ಸಮೇತವಾಗಿ ಪ್ರಯಾಣವನ್ನು ಹೊರಟನು. യാത്ര ചെയ്ത് അവർ കനാനിലേക്ക് പോയി. ಪ್ರಯಾಣದಲ್ಲಿ ಅವರು ಕನಾನವನ್ನು ತಲುಪಿದರು. കനാനിൽ ചെന്നപ്പോൾ പെട്ടെന്ന് ക്ഷാമം ഉണ്ടായി. ಕನಾನಿಗೆ ಹೋದಾಗ ತಕ್ಷಣ ಬರಗಾಲ ಉಂಟಾಯಿತು. അവർ മിസ്രൈമിലേക്ക് പോയി. ಅವರು ಐಗುಪ್ತ ದೇಶಕ್ಕೆ ಹೊರಟು ಹೋದರು. മിസ്രൈമിലേക്ക് പോയപ്പോൾ ലോത്തും അവരുടെ കൂടെ പോയി. ಆ ಐಗುಪ್ತ ದೇಶಕ್ಕೆ ಹೋದಾಗ ಲೋಟನು ಅವರ ಜೊತೆಲಿ ಹೋದನು. ലോത്തും അബ്രഹാമും ആ മിസ്രൈമിൽ ആ ക്ഷാമമുള്ള കാലത്തെല്ലാം അവിടെ നടക്കാൻ തുടങ്ങി. ಲೋಟನು ಅಬ್ರಾಮನು ಆ ಬರಗಾಲ ಸಮಯದಲ್ಲೆಲ್ಲ ಅಲ್ಲಿ ವಾಸವಾಗಿದ್ದರು. ക്ഷാമം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നു. ಬರಗಾಲ ಮುಗಿದ ಮೇಲೆ ಅವರು ಹಿಂತಿರುಗಿ ಬಂದರು. അപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ಆಗ ದೇವರು ಅಬ್ರಾಮನಿಗೆ ಹೇಳಿದನು, അബ്രഹാമേ, ഞാനാണ് നിന്നെ വിളിച്ചിട്ടുള്ളത്, ലോത്തിനെ ഞാൻ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ದೇವರು ಹೇಳಿದ್ದನು, ಅಬ್ರಾಮನೇ, ನಾನು ನಿನ್ನನ್ನು ಕರೆದಿರೋದು, ಲೋಟನನ್ನು ನಾನು ಕರೆಯಲಿಲ್ಲ ಎಂಬುದಾಗಿ ದೇವರು ಹೇಳಿದರು. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലോത്തിനെ മാറ്റണമെന്ന് പറഞ്ഞു. ಆದ್ದರಿಂದ ಆದಷ್ಟು ತಕ್ಷಣ ಲೋಟನನ್ನ ನಿನ್ನಿಂದ ದೂರ ಮಾಡಬೇಕೆಂದು ಹೇಳಿದನು. ലോത്ത് മുഴുവൻ നോക്കുന്നത് ഈ ഭൂമിയിലേക്കാണ്. ಲೋಟನು ಪೂರ್ತಿಯಾಗಿ ನೋಡ್ತಾ ಇರೋದು ಭೂಮಿಯನ್ನ. അതുകൊണ്ട് നീ ലോത്ത് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ദർശനവും വിഷനും ഒരിക്കലും സക്സസ്ഫുൾ ಆಗത്തിಲ್ಲ. ಲೋಟನು ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ಇರುವುದಾದರೆ ನಿನ್ನ ದರ್ಶನ, ನಿನ್ನ ಕರೆಯುವಿಕೆ ಇದು ಯಾವುದು ಪೂರ್ತಿಕರಿಸಲ್ಪಡುವುದಿಲ್ಲ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ ഭാരപ്പെടണ്ട. ಅದಕ್ಕೆ ಕರ್ತನು ಹೇಳ್ತಾ ಇದ್ದೇನೆ, ನೀನು ഞാൻ ലോത്തിനെ മാറ്റിത്തരാം. ನೀನು ಚಿಂತೆ ಮಾಡಬೇಡ, ಲೋಟನನ್ನು ನಾನೇ ನಿನ್ನಿಂದ ಅಗಲಿಸುತ್ತೇನೆ. ലോത്തിന്റെയും അബ്രഹാമിന്റെ ആട്ടിടയന്മാർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി. ಈಗ ಲೋಟನ ಕುರಿ ಕಾಯುವವರಿಗೂ ಅಬ್ರಾಮನ ಕುರಿ ಕಾಯುವವರ ಮಧ್ಯದಲ್ಲಿ ಜಗಳ ಉಂಟಾಯಿತು. ചില പ്രശ്നങ്ങൾ ദൈവം തന്നെ ഉണ്ടാക്കും. ಕೆಲವು ಸಮಸ್ಯೆಗಳು ದೇವರೇ ಅದಕ್ಕೆ ಅನುಮತಿಸುತ್ತಾನೆ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯಾ. അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായി. ലോത്ത് പോയി.
ನೋಡಿ, ಅವರ ಮಧ್ಯದಲ್ಲಿ ಸಮಸ್ಯೆ ಉಂಟಾಗಿ ಲೋಟನು ಹೊರಟು ಹೋದನು. ലോത്തിനോട് അബ്രഹാം പറഞ്ഞു, ಲೋಟನಿಗೆ ಅಬ್ರಾಮನು ಹೇಳಿದನು, നീ എന്നെ വിട്ടു പോകുക ശരിയാണ്. ನೀವು ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗೋದು ಸರಿನೇ. അവൻ നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു. ನಿನಗೆ ಏನ್ ಬೇಕು ಎಂಬುದಾಗಿ ಕೇಳಿದನು. അബ്രഹാം പറഞ്ഞു, നീ വടക്കോട്ട് പോകുവാണെങ്കിൽ ഞാൻ തെക്കോട്ട് പോകാം, നീ കിഴക്കോട്ട് പോവാണെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് പോകാന്ന് പറഞ്ഞു. ಅಬ್ರಾಮನು ಹೇಳಿದನು, ನೀನು ಪೂರ್ವಕ್ಕೆ ಹೋದರೆ ನಾನು ಪಶ್ಚಿಮಕ್ಕೆ ಹೋಗ್ತೇನೆ, ನೀನು ಉತ್ತರಕ್ಕೆ ಹೋದರೆ ನಾನು ದಕ್ಷಿಣಕ್ಕೆ ಹೋಗ್ತೇನೆ ಎಂಬುದಾಗಿ ಅಬ್ರಾಮನು ಹೇಳಿದನು. ലോത്ത് തലപൊക്കി നോക്കിയപ്പോൾ ಲೋಟನು ತಲೆ ಎತ್ತಿ ನೋಡಿದಾಗ നല്ല സൗന്ദര്യമുള്ളൊരു സ്ഥലം കണ്ടു. ಬಹಳ ಸುಂದರವಾದ ಒಂದು ಸ್ಥಳವನ್ನು ನೋಡಿದನು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നോക്കിയപ്പോൾ സൂപ്പർ സ്ഥലം. ನೋಡಿದಾಗ ಸುಂದರವಾದ ಸ್ಥಳ. പക്ഷെ അതിന്റെ അകത്തുള്ള ആൾക്കാരൊന്നും ശരിയില്ല, നീചന്മാരും പാപികളുമായിരുന്നു. ಅದರ ಒಳಗಡೆ ಇದ್ದಂತ ಜನರು ಒಳ್ಳೆಯವರಾಗಿರ್ಲಿಲ್ಲ, ಅನೀತಿವಂತರು, ಪಾಪಿಗಳಾಗಿದ್ರು. അവന്റെ കണ്ണിന് അത് ഭയങ്കര സൗന്ദര്യമായിരുന്നു. ಅವರ ಕಣ್ಣಿಗೆ ಅದು ಬಹಳ ಸೌಂದರ್ಯಯುಕ್ತವಾಗಿತ್ತು. പക്ഷെ അതിനകത്തുള്ളവരൊന്നും ശരിയില്ലായിരുന്നു. ಅದರ ಒಳಗಿರುವವರು ಯಾರು ಅದರಲ್ಲಿ ಸರಿ ಇರಲಿಲ್ಲ. ലോത്ത് പറഞ്ഞു, ഇത് തന്നെയാണ് എന്റെ സ്ഥലം. ಲೋಟನು ಹೇಳಿದನು, ಇದೇ ನನಗೆ ಉತ್ತಮವಾದ ಸ್ಥಳ. അബ്രഹാം ആ സ്ഥലം വിട്ടുകൊടുത്തു. ಅಬ್ರಾಮನ ಸ್ಥಳವನ್ನ ಬಿಟ್ಟುಕೊಟ್ಟನು. അടുത്താണ് ഏറ്റവും വലിയൊരു കാര്യം സംഭവിക്കാൻ പോകുന്നത്. ಈಗ ಒಂದು ದೊಡ್ಡ ಕಾರ್ಯ ಸಂಭವಿಸಲಿಕ್ಕಿರುವಂತದ್ದು. നിങ്ങളെല്ലാം എഴുന്നേറ്റ് നമുക്കത് ഒരുമിച്ച് ചെയ്യാൻ പോവുക. ನೀವೆಲ್ಲರೂ ಎದ್ದು ನಿಲ್ಲರಿ, ನಾವು ಒಟ್ಟಾಗಿ ಅದನ್ನು ಮಾಡ್ಲಿಕ್ಕಿದ್ದೇವೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ലോത്ത് അബ്രഹാമിനെ വിട്ടുപോയതോ, ಲೋಟನು ಅಬ್ರಾಮನ ಬಿಟ್ಟು ಹೋದ ತಕ್ಷಣ ദൈവം അബ്രഹാമിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. ದೇವರು ಅಬ್ರಾಮನ ಬಳಿಗೆ ಇಳಿದು ಬಂದನು. വന്നിട്ട് പറഞ്ഞു, ಬಂದು ಹೇಳ್ತಾ ಇದ್ದಾನೆ, അബ്രഹാമേ, ಅಬ್ರಾಮನೇ, നീ തല ഉയർത്തി നോക്കാൻ പറഞ്ഞു. ನೀನು ತಲೆ ಎತ್ತಿ ನೋಡು ಎಂಬುದಾಗಿ ಹೇಳಿದು. അടുത്ത് പറയുകയാണ്, ಅಂತರ ಹೇಳ್ತಿದ್ದ, അബ്രഹാമേ, നീ വലത്തോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നടക്കാൻ പറഞ്ഞു. ಆ ನಂತರ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಅಬ್ರಾಮನಿಗೆ ನೀನು ಪೂರ್ವ, ಪಶ್ಚಿಮ, ಉತ್ತರಕ್ಕೆ, ದಕ್ಷಿಣ, ಉತ್ತರ ಸ್ಥಳಗಳಿಗೆ ನೀನು ನಡಿ ಎಂಬುದಾಗಿ ದೇವರು ಹೇಳಿದನು. നിങ്ങൾ ശ്രദ്ധിച്ചേ, ಗಮನಿಸಿರಿ. ലോത്തിനോട് അബ്രഹാം പറഞ്ഞത്, ಲೋಟನಿಗೆ ಅಬ್ರಾಮನ್ ಹೇಳಿದು, ഒരു സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞതാ. ಒಂದು ಸ್ಥಳವನ್ನ ನಾನು ನಿನಗೆ ಕೊಡುತ್ತೇನೆ. പക്ഷേ അത് അബ്രഹാം കൊടുക്കാൻ തയ്യാറായപ്പോൾ, ಅದನ್ನ ಕೊಡೋದಕ್ಕೆ ಅಬ್ರಾಮನು ಸಿದ್ಧನಾದಾಗ, ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ದೇವರು ಅಬ್ರಾಮನಿಗೆ ಹೇಳುತ್ತಿದ್ದಾನೆ, നിനക്ക് ഒരു സ്ഥലമല്ല തരാൻ പോകുന്നത്, ನನಗೆ ಒಂದು ಸ್ಥಳವಲ್ಲ ಕೊಳ್ಳಕ್ಕೆ ಇರುವಂತದ್ದು, നീ നടക്കുന്ന ദേശം മുഴുവനും, ನೀನ್ ನಡೆದಾಡುವ ದೇಶವೆಲ್ಲ, നടക്കുന്ന ദേശം മുഴുവനും, ನೀನ್ ನಡೆದಾಡುವ ದೇಶವೆಲ್ಲ ഞാൻ നിനക്ക് അവകാശമായി തരാൻ പോവുകയാണ്. ನಾನು ನಿನಗೆ ಸ್ವಾಸ್ಥ್ಯವಾಗಿ ಕೊಡ್ಲಿಕ್ಕಿದ್ದೇನೆ. ഹല്ലേലൂയ. എത്ര ആമേൻ പറയാൻ പറ്റും? ಎಷ್ಟು ಜನರಿಗೆ ಆಮೇಲೆ ಹೇಳ್ಬೋದು? വിട്ടു കൊടുത്തതും കൂടെ അവകാശമായി തരാൻ പോവുക. ಬಿಟ್ಟು ಕೊಟ್ಟದನ್ನು ಕೂಡ ನನಗೆ ಸ್ವಾಸ್ಥ್ಯವಾಗಿ ನಾನು ಕೊಡ್ಲಿಕ್ಕಿದ್ದೇನೆ. തെക്കോട്ടും കിഴക്കോട്ടും വടിക്കോട്ടും പടിഞ്ഞാറോട്ടും അബ്രഹാം നടക്കാൻ തുടങ്ങി. ಪೂರ್ವ, ಪಶ್ಚಿಮ, ಉತ್ತರ, ದಕ್ಷಿಣದ ಕಡೆಗೆ ಅಬ್ರಾಮನು ನಡೆಯುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದನು. ഇന്ന് പകൽ എത്ര പേർ നടക്കാൻ തയ്യാറാണ്? ಈ ಆಗಲೂ ಸಂಜೆಯಲ್ಲಿ ಎಷ್ಟು ಜನ ನಡೆಯುವುದಕ್ಕೆ ಸಿದ್ಧರಿದ್ದೀರಾ? എത്ര പേർ തയ്യാറാണ് നടക്കാൻ? ನಡೆಯುವುದಕ್ಕೆ ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಾ? തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും അബ്രഹാം നടന്നു. ದಕ್ಷಿಣ, ಉತ್ತರಕ್ಕೆ, ಪೂರ್ವ, ಪಶ್ಚಿಮಕ್ಕೆ ಅವನು ನಡೆಯುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದನು. അത് മുഴുവനും ദൈവം സൈൻ ചെയ്തു കൊടുത്തു. ಅದೆಲ್ಲವನ್ನ ದೇವರು ಸಹಿ ಮಾಡಿಕೊಟ್ಟನು. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ಈ ಆಗಲೂ ನಾನು ನಿಮಗೆ ಹೇಳುತ್ತಿದ್ದೇನೆ, ദൈവം ചിലത് സൈൻ ചെയ്യാൻ പോവുകയാണ്. ದೇವರು ಕೆಲವದಕ್ಕೆ ಸಹಿ ಮಾಡ್ಲಿಕ್ಕಿದ್ದಾನೆ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ನನಗೆ ಬಹಳ ಇಷ್ಟವಾದಂತ ಸಂಗತಿ, അബ്രഹാം നടന്നു പോയത് ಅಬ್ರಾಮನ ನಡೆದು ಹೋದದ್ದು ഹെബ്രോൻ എന്ന സ്ഥലത്തേക്കായിരുന്നു. ಹೆಬ್ರಾನ್ ಎಂಬ ಸ್ಥಳಕ್ಕೆ ಆಗಿತ್ತು. ഹെബ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ಹೆಬ್ರೋಮ್ ಎಂಬ ಹೆಸರಿನ ಅರ್ಥ ಏನ್ ಗೊತ್ತಾ? ഫെലോഷിപ്പ് എന്നാണ്. ಅನ್ಯೋನ್ಯತೆ ಎಂಬುದು ಅರ್ಥ. അപ്പോൾ അബ്രഹാം നടന്നു പോയത് ಅಬ್ರಾಮನ ನಡೆದು ಹೋದದ್ದು ഒരു ഫെലോഷിപ്പിന്റെ അകത്തേക്കായിരുന്നു. ಒಂದು ಅನ್ಯೋನ್ಯತೆಯ ಒಳಗೆ ಆಗಿತ್ತು. ഇന്ന് പകൽ ഒരു പ്രവചന ശബ്ദം കൈമാറുകയാണ്. ಈ ಆಗಲೂ ಪ್ರವಾದನ ಶಬ್ದವನ್ನು ಹಸ್ತಾಂತರ ಮಾಡ್ತಿದ್ದೇನೆ. ആമേൻ പറയോ? ನಿಮಗೆ ಆಮೇಲೆ ಹೇಳ್ಬಹುದಾ? ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ಈ ಆಗಲೂ ನಂಬೋದಕ್ಕೆ ಸಿದ್ಧರಿದ್ದಾರೆ. Robra Cantaragasinia. വിശ്വസിക്കാൻ തയ്യാറാണ്. ಹೆಚ್ಚು ಜನ ನಂಬೋದಕ್ಕೆ ಸಿದ್ಧರಿದ್ದೀರಾ? വിശ്വസിക്കാൻ തയ്യാറാണ്. ಹೆಚ್ಚು ಜನ ನಂಬೋದಕ್ಕೆ ಸಿದ್ಧರಿದ್ದೀರಾ? സംഭവിക്കാൻ പോകുകയാണ്. ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಸಂಭವಿಸಲಿಕ್ಕಿದೆ. പൈശാചിക മണ്ഡലങ്ങൾ, ಸೈತಾನ ಮಂಡಲಗಳು മുഴുവനും വിറയ്ക്കുന്ന ಎಲ್ಲ ನಡಗುವಂತ സൈൻ വീഴാൻ പോകുകയാണ്. ಒಂದು ಸೈನ್ ಅನ್ನು ದೇವರಾಗ್ತಿದ್ದಾರೆ. ഹെബ്രോൻ ഫെലോഷിപ്പ് ആയിരുന്നു. ಹೆಬ್ರೋನ್
അന്യോന്യതയാಗಿ മാർപ്പെടുತ್ತದೆ. അബ്രഹാം ഓടിക്കേറിയത് ಅಬ್ರಾಮ್ನ ಓಡಿ ಸೇರಿರುವುದು ദൈവത്തിന്റെ ഫെലോഷിപ്പിനകത്തേക്കായിരുന്നു. ದೇವರ ಅನ್ಯೋನ್ಯತೆಯೊಳಗೆ ಆಗಿತ್ತು. ഭാഷകൾ ആമേൻ പറഞ്ഞാട്ടെ. ಕರಗಳ ತೊಟ್ಟಿ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಕರ್ತವಾಗಿ ಮಹಿಮೆ നിന്റെ ಸಲ್ಲಿಸು. ലൈഫിനകത്ത് സംഭവിക്കാൻ പോകുക. ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಸಂಭವಿಸಲಿಕ್ಕಿದೆ. കുടുംബത്തിനകത്ത് സംഭവിക്കാൻ പോകുക. ನಿನ್ನ ಕುಟುಂಬದಲ್ಲಿ ಸಂಭವಿಸಲಿಕ್ಕಿದೆ. ഒരു സൈൻ വീഴാൻ പോകുകയാണ്. ಒಂದು ಸಹಿ ಬೀಳಲಿಕ್ಕಿದೆ. ഒരു വിശാലമായ സൈൻ വീഴാൻ പോകുകയാണ്. ಒಂದು ವಿಶಾಲವಾದ ಸಹಿ ಬೀಳಲಿಕ್ಕಿದೆ. അടിച്ച ശക്തിയോടെ ಕೈಗಳ ತಟ್ಟುತ್ತಾ ಶಕ್ತವಾಗಿ ಎಲ್ಲರ ಕಣ್ಣುಗಳು ಮುಚ್ಚಲ್ಪಡಲಿ. എത്ര പേർക്ക് എന്ന് പറഞ്ഞ പ്രോഫറ്റിക്കൽ ആ ഡിക്ലറേഷൻ എത്ര പേർക്ക് വേണം? ಇವತ್ತು ಹೇಳಿದ ಪ್ರವಾದನೆಯ ಆ ಡಿಕ್ಲೇರೇಷನ್ ಘೋಷಣೆ ಅನ್ನ ಎಷ್ಟು ಜನರಿಗೆ ಬೇಕಾಗಿದೆ? ಎಲ್ಲ ಕರ ಉಯರ್ತಿಯಾಡ ಎಲ್ಲರ ಕೈಗಳನ್ನು ಮೇಲೆ ಕೆಳೆದುಕೊಳ್ಳ್ರಿ. ഒരു ഭയങ്കരമായിട്ട് ಒಂದು ದೊಡ್ಡದಾದ അത് നിങ്ങളുടെ മേൽ പതിയാൻ പോവുകയാണ്. ಅದು ನಿಮ್ಮ ಮೇಲೆ ತುಂಬಲಿಕ್ಕಿದೆ. നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ വിശാലമാകാൻ പോകും. ನಿಮ್ಮ ದೇಶ ವಿಶಾಲವಾಗ್ಲಿಕ್ಕಿದೆ. നിങ്ങളുടെ പട്ടണത്തിനകത്ത് നിങ്ങൾ വിശാലമാകാൻ പോവുകയാണ്. ನಿಮ್ಮ ಪಟ್ಟಣದಲ್ಲಿ ನೀವು ವಿಶಾಲರಾಗಲಿಕ್ಕಿದೆ. നിന്റെ രാജ്യത്ത് നീ വിശാലമാകാൻ ನಿನ್ನ പോവുകയാണ്. ದೇಶದಲ್ಲಿ ನೀವು ವಿಶಾಲವಾಗಲಿಕ್ಕಿದೆ. സ്വർഗീയ നല്ല പിതാവേ, ಪರಲೋಕದ ಒಳ್ಳೆ ತಂದೆ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ನಾವು ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತಿದ್ದೇವೆ. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ಒಟ್ಟಾಗಿ ನಾವು ಪ್ರಾರ್ಥಿಸುತ್ತಿದ್ದೇವೆ. ആർക്കും പിടിച്ചൊതുക്കാൻ കഴിയാത്ത, ಯಾರಿಗೂ ಇಟ್ಟುಕೊಳ್ಳಕ್ಕಾಗದೇ ಇರುವಂತ, ആർക്കും മാറ്റാൻ കഴിയാത്ത ಯಾರಿಂದಲೂ ಬದಲಾಯಿಸಕ್ಕಾಗದೇ ಇರುವಂತ ഒരു അസാധാരണമായ വളർച്ച ഇവരുടെ മേൽ സംഭവിക്കും. ಒಂದು ಅಸಾಧಾರಣವಾದ ಬೆಳವಣಿಗೆ ಇವರಲ್ಲಿ ಸಂಭವಿಸಲಿ. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ಪರಲೋಕ ಹಾಗೆ ಮಾಡೋದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. യേശുവിൻ നാമത്തിൽ തന്നെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಆಮೆನ್ ಆಮೆನ್.